കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കേണ്ടതിന് കർത്താവിന്റെ വിലപ്പെട്ട ഒരു ദാസി റാണി സിജു ഇന്ന് പകൽക്കാലം നമ്മോടൊത്ത് കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെതായ ഓരോ അനുഭവത്തിലും അനേക പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്റെ 27ാമത്തെ വയസ്സിൽ തന്റെ ഭർത്താവ് കർത്തൃവേലയിലായിരുന്നു. ഒരുമിച്ച് ചേർന്ന് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തികഞ്ഞ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്തൃവേലയിലായിരിക്കുമ്പോൾ താൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം തന്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഇനിയും നിരനിരയായിട്ട് കിടക്കുകയാണ്. അനുഭവങ്ങളുടെ ഒരു ചങ്ങല തന്നെ തന്റെ ദാസിയിലുണ്ട്. ഇന്ന് പകൽക്കാലം ആമേൻ വചനദീപ്തിയുടെ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഏറെ അനുഗ്രഹമാകും. നിങ്ങളുടെ ആത്മീയ ഉത്തേജനത്തിന് വളരെ ഇത് എൻകറേജ് ആയിരിക്കും എന്നെനിക്ക് വളരെ വിശ്വാസമുണ്ട്. ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന കർത്താവിന്റെ ദാസി റാണി സിജോയെ തികഞ്ഞ സ്നേഹത്തോടും തികഞ്ഞ ആദരവോടും കൂടി ഞങ്ങൾ വചനദീപ്തിയുടെ സാക്ഷ്യകൂടാരം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്ററെ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ സിസ്റ്ററെ ചെറുപ്പകാലം തൊട്ട് ഈ കർത്താവിനെ അറിയുവാനും കൗമാരപ്രായത്തിലും ചെറുപ്രായത്തിലെ നല്ല ഓർമ്മകളൊക്കെ നമുക്ക് പങ്കുവെക്കാനുണ്ട്. ഈ കർത്താവിനെ അറിഞ്ഞ കാലഘട്ടങ്ങളും കർത്താവിന് വേണ്ടി നിന്ന സമയങ്ങളും തന്റെ ഹസ്ബൻഡുമായിട്ടുള്ള ജീവിതത്തിന് നല്ല ഓർമ്മകള്, അതിനുശേഷം 2 മക്കളെ കർത്താവ് തന്നല്ലോ, അവരെ വളർത്തുന്ന അനുഭവങ്ങൾ, ഇന്നും കർത്താവിന്റെ വേലയിൽ തളരാതെ നിൽക്കുന്ന ഒരു ധീര വനിതയാണല്ലോ. അനേക ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ആകയാൽ ഒരു തന്റെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ ഓരോരോ ഇൻസിഡന്റുകളും അനുഗ്രഹമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേകരിലേക്ക് ഈ സാക്ഷ്യം എത്തട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകും. ഒരു നല്ല യൗവനക്കാരിയായിരിക്കുന്ന സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ജീവിതത്തിൽ അയച്ച ശോധനയിൽ തളരാതെ പതറാതെ നിൽക്കുവാൻ ദൈവം ഇന്ന് വരെ കൃപ കൊടുത്തുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. അതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്ന ആരും സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെയും ഈ സാക്ഷ്യം കേൾക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അനേകർക്ക് ഭയങ്കര ആശ്വാസമാകും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുവാൻ മറന്നു പോകരുത്. മാത്രമല്ല, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് അറിയിക്കുവാനും മറന്നു പോകരുത് എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. നമുക്ക് സമയം കളയാതെ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം കേൾക്കുവാൻ റെഡിയാ. ഞങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസി സാക്ഷ്യത്തിലേക്ക് പ്രവേശിച്ചാട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ സമയം വചനദീപ്തി പ്രേക്ഷകരോടൊപ്പം പ്രിയ ബീന തോമസ് ആന്റിയോട് ഒരുമിച്ച് കർത്തൃപാദപീഠത്തിലായിരിക്കാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ കർത്താവ് ആമേൻ, സ്തോത്രം സ്തോത്രം. ആമേൻ, സകല ദേവന്മാരെക്കാളും ശ്രേഷ്ഠനായ സ്തുത്യനായ ആരാധ്യനായ ദൈവമാണ്. ഹല്ലേലൂയ ആമേൻ, സ്തോത്രം. നമുക്ക് കർത്താവിനെ ആമേൻ, സ്തോത്രം, ദൈവസന്നിധിയിലേക്ക് എപ്പോഴും അടുത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തുതിക്കാതെ ആ മഹത്വത്തെ വർണ്ണിക്കാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതിന്റെ രകൽ ഘടകമനമ എന്ന് പകൽ സമയം പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തില് ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു പാട്ടിന്റെ ചില വരികളൊന്ന് പാടിക്കോട്ടെ. ആമേൻ, സ്തോത്രം. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കാരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർന്നും സ്നേഹമാകും യേശുവേ, തള്ളിക്കളയാതെ മാർവിൽ ചേർന്നും സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വഹിച്ചതീന മുള്ളിൻ കുരുക്കതിൽ
വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതില്ല. മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതില്ല. തുമ്പമൊന്നും യേശുവില്ല. കണ്ണിൽ തന്നെ നോക്കിയതില്ല. തുമ്പമൊന്നും യേശുവില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും. ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭയപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭയപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും. ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കണ്ണിൻ മണി പോലെ കർത്താവ് നമ്മളെ വഹിച്ചു. സ്തോത്രം. ഇത്രത്തോളം കൊണ്ടുവന്ന വൻ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിതാവാം ദൈവം നമ്മെ ഹൃത്തിൽ വഹിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇത്രത്തോളം നമ്മൾ ആയിരിക്കുന്നത് സ്തോത്രം. ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നത് തന്നെ കൃപയാണ്. സ്തോത്രം. പാട്ടുകാരൻ പറയുന്നത് പോലെ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മുള്ളിൻ കുരുക്കിൽ നമ്മൾ വീണു പോകുന്ന സാഹചര്യങ്ങൾ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആരും നമ്മളെ തേടി വരാനില്ല, ആരും നമ്മളെ കരുതുവാനില്ല എന്ന് ചിന്തിക്കുമ്പോൾ അരുമനാഥൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ചില മുള്ളിൻ കുരുക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് നല്ലതാ. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ളത് നല്ലതാ. കാരണം നല്ല യജമാനൻ, ഹല്ലേലൂയ, നല്ല ഇടയൻ 99 അങ്ങോട്ട് മാറ്റി നിർത്തിയേച്ച് ആ കാണാതെ പോയതിന്റെ പിറകെ ഹല്ലേലൂയ വന്ന് അവൻ സ്തോത്രം നമ്മളെ മാറോട് ചേർത്ത് ഹല്ലേലൂയ മറ്റു 99 കിട്ടാത്ത തലോടലുകൾ, കരുതലുകൾ, ഹല്ലേലൂയ, ഇടയന്റെ ആ നിസ്തുല്യ സ്നേഹം ആസ്വദിച്ചറിയുവാൻ ആമേൻ കർത്താവ് നമ്മൾക്ക് കൃപ ചെയ്യുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ജീവിതത്തിന്റെ മുള്ളിൻ കുരുക്കുകളിൽ വീണെന്ന് കരുതിയോ, പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ട് വീണെന്ന് പോയെന്ന് കരുതിയോ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. താളടിയാകുവാൻ അത്യുന്നത ദൈവം സമ്മതിക്കത്തില്ല. നമ്മുടെ മേലുള്ള ദൈവിക പ്രവൃത്തികൾ, ദൈവഹിതം പൂർണ്ണമാകാതെ സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ സ്തോത്രം, ലോകം പറഞ്ഞാലും നമ്മൾ വിധി എഴുതിയാലും കർത്താവ് നമ്മളെ കുറിച്ച്
കുറിച്ചിട്ട് ആമേൻ ആഗ്രഹിക്കുന്നതെല്ലാം പൂർത്തീകരിക്കും വരെയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആയതുകൊണ്ട് ആമേൻ സ്തോത്രം, വലിയ പ്രത്യാശയും ആമേൻ ഉറപ്പും നമ്മൾ പ്രാപിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കട്ടെ. പ്രിയ കർത്തൃദാസി പറഞ്ഞതുപോലെ എന്റെ പേര് റാണി സിജു, ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഞാനൊരു മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ആമേൻ. ഞങ്ങളുടെ ഭവനത്തിലെ മൂന്നാമത്തെ ഏറ്റവും ഇളയതായിരുന്നു ഞാന്. സ്തോത്രം. ആമേൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും സ്തോത്രം ഹല്ലേലൂയ മർത്തോമ പള്ളിയിൽ പോകുന്ന സമയത്ത് തന്നെ കർത്താവ് എനിക്ക് കൃപ ചെയ്തുകൊണ്ടിരുന്നു. ഏറ്റവും പ്രധാന കാരണം, ഒരു 4-5 വയസ്സുള്ളപ്പോൾ എന്റെ ഇടതുകാലിന് നമ്മെ സ്തോത്രം വലിയ മുടന്തുണ്ടായിരുന്നു. നല്ലവണ്ണം നടക്കുവാനൊന്നും കഴിയത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ മുടന്തി തളന്തി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയ ഒരു ബാല്യകാലം സ്തോത്രം എന്റെ ജീവിതത്തിനകത്തുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു ആമേൻ ഇങ്ങനെയൊക്കെ വന്നത്. അന്നത്തെ സമയത്ത് എന്റെ മാതാപിതാക്കൾക്ക് ലഭ്യമായ ട്രീറ്റ്മെന്റ് ഒക്കെ നൽകിയെങ്കിലും സ്തോത്രം ഒരു മാറ്റവും ഇല്ലാതിരിക്കുമ്പോഴാണ് ആമേൻ ഞങ്ങൾ കൊല്ലം മൺട്രോത്തുരുത്ത് പെരിങ്ങാലം എന്ന് പറഞ്ഞ ഒരു ദ്വീപിനകത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. സ്തോത്രം. ഇന്നും അവിടെ വാഹന സൗകര്യങ്ങളില്ല. ആമേൻ. ആഗോള താപന മുഖാന്തരം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ മൺട്രോത്തുരുത്ത് പെരിങ്ങാലം എന്ന് പറഞ്ഞാല്. സ്തോത്ര ഹല്ലേലൂയ. അവിടെയാണ് ആമേൻ ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ ദാവീദൊക്കെ പലസ്തീന്റെ പുൽപ്പുറമേടുകളിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ കിന്നരം വായിച്ചു ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പിൽക്കാലത്ത് ദാവീദിന്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ ആമേൻ സ്തോത്രം ഒരു ഹല്ലേലൂയ സാക്ഷ്യത്തിന്റെ ഉടമ കൂടെയാണ് ഞാൻ. ഹല്ലേലൂയ. ലോകത്താൽ ആരും അറിയപ്പെടാത്ത ഒരു ദ്വീപിനകത്ത് വളർത്തപ്പെട്ട എന്നെ അത്യുന്നത ദൈവത്തിന്റെ ഹല്ലേലൂയ നിയോഗപ്രകാരം ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആമേൻ വചനം പറയുന്നത് പോലെ അവൻ മുൻ നിയമിച്ചതിനെ വിളിച്ചു നീതീകരിച്ചതിനെ തേജസ്കരിച്ചും കൊണ്ടിരിക്കുന്ന ആ പ്രക്രിയയിലേക്ക് എത്തപ്പെടുവാൻ വലിയവനായ ദൈവം എന്റെയും ജീവിതത്തിൽ കൃപ ചെയ്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോഴ് ഹല്ലേലൂയ ആ ദ്വീപിനകത്ത് ഒരു മർത്തോമ പള്ളി ഇല്ലായിരുന്നു. ഞങ്ങൾ ആമേൻ സ്തോത്രം അഷ്ടമുടി ഇഞ്ചവിള എന്ന് പറഞ്ഞ സ്ഥലത്തെ ആ ഇടവകയിലെ അംഗങ്ങളായിരുന്നു. ഹല്ലേലൂയ. എന്റെ ഈ 4-5 വയസ്സുള്ള സമയത്താണ് പെരിങ്ങാലത്ത് ഒരു മർത്തോമ പള്ളി സ്ഥാപിക്കുന്നതും അന്ന് ആമേൻ അഭിവന്യ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലിത്ത അവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്റെ മാതാവ് ചെന്ന് എന്റെ സാഹചര്യം ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം ആമേൻ സ്തോത്രം പറഞ്ഞു, എന്റെ ജ്യേഷ്ഠന്റെ മകനാണ് ട്രിവാൻഡ്രം ഓർത്തോ ആമേൻ സ്തോത്രം ഡോക്ടർ, കുഞ്ഞിനെ അവിടെ കൊണ്ടുപോകാം, സർജറി ചെയ്യാം. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഈ കാലിന്റെ ആ തുടഭാഗത്തെ അസ്ഥി ഇങ്ങനെ പൊടിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക, അവിടെ സ്റ്റീൽ ഇങ്ങനെ ഇടണം എന്നൊക്കെ പറഞ്ഞ സാഹചര്യമായിരുന്നു. എനിക്ക് ആമേൻ സ്തോത്രം അത്ര വലിയ ഓർമ്മയൊന്നും ഇല്ല, എങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ആമേൻ ഞാൻ ആയിരുന്നത്. അപ്പോൾ എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് കുഞ്ഞിനെ ആമേ ആയുസ്സോടെ തരുന്നുവെങ്കിൽ അവൾ കർത്താവിന്റെ വേല ചെയ്യട്ടെ, കുഞ്ഞിന്റെ ദേഹത്ത് കത്തി വെക്കണ്ട. സ്തോത്രം. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം മോളെ, നിനക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനും ആ കുഞ്ഞിന് വേണ്ടി 10 മിനിറ്റ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ അവർ ഒരുമിച്ചാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മുടന്തും വേദനയും ഒക്കെ എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ തന്നെ അത്യുന്നത ദൈവം എന്നെ സൗഖ്യമാക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇതൊക്കെ അങ്ങ് മറന്നുപോയിരുന്നു. ആമേൻ. അപ്പൊ ഞങ്ങളുടെ അവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളത് കൊണ്ട് മർത്തോമ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ഷാരോൺ ചർച്ചും ആ സമയത്ത് ഉണ്ടായിരുന്നു, പെന്തക്കോസ് ചർച്ചും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ മർത്തോമയിൽ ആരാധന കഴിഞ്ഞിട്ട് ഓടി ഇങ്ങോട്ട് പെന്തക്കോസ് ചർച്ചിലോട്ട് കയറും. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ ചെന്ന് സൺഡേ സ്കൂൾ പഠിച്ചാല് അവിടെ നിന്ന് എക്സാം ഒക്കെ ഇട്ട് നമ്മൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം നമുക്ക് സമ്മാനം കിട്ടും. ആദ്യമായിട്ട് ഒരു ബൈബിള് തന്നത് സ്തോത്രം ആ പെന്തക്കോസ് ചർച്ചിൽ നിന്നാണ്. ആമേൻ. എനിക്ക് ഹല്ലേലൂയ ആദ്യമായ ഒരു ബൈബിളൊക്കെ ലഭിക്കാൻ ഇടയായി തീർന്നത് ആ ബാല്യകാലത്തേക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചെറുപ്പം മുതലേ ദൈവവചനം വായിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഒക്കെ ഒരു മനസ്സ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നുകൊണ്ടിരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സ്തോത്രം ആ ഷാരോന്റെ കൺവെൻഷന് ഞങ്ങൾ എല്ലാവരും കൺവെൻഷൻ പ്രസംഗം കേൾക്കാൻ പോയി. അപ്പോൾ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ആമേൻ നീരേറ്റുപുറംകാരൻ CJ സോമൻ സാർ ആയിരുന്നു അന്ന്
കൺവെൻഷനിൽ വചനം പ്രസംഗിച്ചത്. അദ്ദേഹം ഇപ്രകാരം പ്രസംഗിച്ചു: ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഹല്ലേലൂയ. ഇന്നും എനിക്ക് പറയാനുള്ളത്, അനേകരുടെ അടുക്കലേക്ക് ഈ ക്രൂശിന്റെ വചനം കടന്നു ചെല്ലുന്നെങ്കിലോ, ആമേൻ സ്തോത്രം, അതൊന്നും ഫലവത്താകാതെ പോകുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ രകൽ ഘടകമന ഫലവ, നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്തേക്ക് ഈ ക്രൂശിന്റെ വചനം കടന്നു വന്നത് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ പിതാവാം ദൈവം നമ്മളെ മുൻ നിയമിച്ചാക്കിയിരിക്കുന്നത് കൊണ്ട് കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ എനിക്ക് ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം. അതിനുശേഷം ഒരു ക്യാമ്പിന് പോയി. അവിടെ വെച്ചാണ് ഞാൻ സ്നാനപ്പെടുന്നത്. ആമേൻ. പിന്നീട് ഓർണമെന്റ്സ് എല്ലാം ഊരിയിട്ട് തിരിച്ചു വന്നു. വീട്ടിനകത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. സ്തോത്രം. ഒരുപാട് അടികൊണ്ട ദിവസങ്ങളായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ആമേൻ ആമേൻ, എന്റെ ജീവിതത്തിനകത്ത് പരിവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വലിയ ദൃഢനിശ്ചയം, അകത്തളത്തിനകത്ത് അസാധാരണ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ ചെയ്തു. ആമേൻ സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് പോലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിടുവിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആമേൻ സ്തോത്രം, ഇതൊന്നും ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ആ പ്രായത്തിൽ അടി ഉറച്ച ക്രിസ്തു വിശ്വാസമാണ് ഈ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് ആഞ്ഞടിച്ചെങ്കിലോ, ആമേൻ, പ്രതികൂലം, ആമേൻ, വൻതിരമാലകൾ പോലെ കടന്നു വന്ന ജീവിത സാഹചര്യത്തിനകത്തോ പരിശുദ്ധാത്മാവിനെ നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഇന്ന് നിങ്ങളുടെ നടുവിൽ എന്റെ സാക്ഷ്യം പറയുമ്പോൾ എനിക്കിത് എങ്ങനെ പറഞ്ഞൊപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ആമേൻ സ്തോത്രം. ഞാൻ തുടക്കത്തിലെ അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം ഉള്ളിൽ ഭയങ്കര വേദനയാ. എന്റെ സാക്ഷ്യം പറയുമ്പോഴേ എനിക്ക് സഹിച്ചുകൂടാൻ കഴിയാത്ത വേദന എന്റെ ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി വരും. സ്തോത്രം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഓരോ ദിവസവും എനിക്കില്ല എങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഈ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കണമെങ്കിൽ പോലും ആ ദൈവിക സമാധാനം എനിക്ക് ആവശ്യമാ. ഇതിനായിട്ട് ഞാൻ എന്നെ തന്നെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേൻ സ്തോത്രം. ആ ക്രൂശിന്റെ വചനം എന്റെ ജീവിതത്തിൽ ശക്തി ആയതുകൊണ്ട് ആമേൻ സ്തോത്രം, രാത്രിയാമങ്ങളിലൊക്കെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ആരും എന്റെ തലമേൽ കൈവച്ചിട്ടല്ല ഞാൻ അഭിഷേകം പ്രാപിച്ചത്. അർദ്ധരാത്രിക്കകത്ത് ഭവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അഭിഷേകത്തിന്റെ നിറവ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത്. ഞാൻ പെതുക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമെങ്കിലോ പിന്നീട് ഹല്ലേലൂയ വിവിധ ഭാഷകളിൽ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. അർദ്ധരാത്രി ആയപ്പോൾ ഞങ്ങളുടെ തൊട്ടു പിറകെ ആമേൻ സ്തോത്രം തട്ടുതട്ടായിട്ടുള്ള വീടുകളാണ് ഞങ്ങളുടെ അവിടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ തൊട്ടു ബാക്കിലുള്ള വീട്ടിലെ അച്ഛൻ ചില സമയത്ത് ചരലിക്കല്ലൊക്കെ ഇങ്ങനെ വാരി ഓടിന്റെ പുറത്തോട്ട് എറിയുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. ആ ദിവസങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത്, സ്തോത്രം, ജീവിക്കാൻ പഠിപ്പിച്ചത് ഈ ദൈവത്തിന്റെ വചനമാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഏറ്റവും കൂടുതൽ കരഞ്ഞത് 15-ാം സങ്കീർത്തനം വായിച്ച, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കെ, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്തവർ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ അടിത്തറയിട്ട് ഈ വചനത്തിനകത്ത് പണിയപ്പെട്ടതുകൊണ്ടോ പഠിക്കപ്പെട്ടതുകൊണ്ടോ ഹല്ലേലൂയ പഴയ കാലങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റി? വിശുദ്ധകരമായ ഒരു ജീവിതം നയിക്കുവാൻ, യേശു ക്രിസ്തുവിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവകൃപയിൽ ജീവിപ്പാൻ ആ സമയങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം ഞാൻ KP ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കാൻ കടന്നുപോയി. അവിടെ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതുപോലെ വീട്ടിലെ പ്രശ്നങ്ങളായിരുന്നു. ആമേൻ സ്തോത്രം. ആമേൻ എങ്ങും ഹല്ലേലൂയ ആമേൻ നിലനിർത്തത്തില്ലെന്ന് പറഞ്ഞ് ശത്രു ഇങ്ങനെ പോരാടിയ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഭവനത്തിലേക്ക് പോ, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. കാരണം ആ സമയത്ത് എന്റെ പിതാവ് സുഖമില്ലാതെ ഇരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ മടങ്ങിപ്പോയി ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സഹോദരൻ ആ സമയത്താണ് വിദേശത്തേക്ക് പോകുന്നത്. വളരെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പിതാവ് സുഖമില്ലാതെ കിടക്കുന്ന അനുഭവം, മാതാവ് ഞങ്ങളെ 3 പേരെയും കഷ്ടപ്പെട്ട് വളർത്തുന്നൊക്കെ ഒരു കാലഘട്ടം കൂടെ ആയിരുന്നു അത്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ഇടയായി തീർന്നു. ആ ദിവസങ്ങൾ മുതലേ എന്ന് മാത്രമല്ല, ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 1:8 വായിക്കുന്നത് പോലെ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ
ആകുവേൻ. ഹല്ലേലൂയ. എന്റെ ദേശത്ത് ഓരോ ഭവനങ്ങളിലും എന്റെ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും എന്ന് മാത്രമല്ല, ആമേൻ ആമേൻ സ്തോത്രം, ആ ദേശത്ത് ആമേൻ ഹല്ലേലൂയ ജനിച്ചു വളർന്നത് കൊണ്ടായിരിക്കാം ആ ദേശത്തിന്റെ ഒരു നിഷ്കളങ്കത, ഗ്രാമത്തിന്റെ ഒരു നിഷ്കളങ്കത ഉണ്ടായിരുന്നു. ഞാൻ ആ വീടുകളിലെ എല്ലാവരുടെയും ഒരു മകളായിരുന്നു. ഏത് വീട്ടിലെ സ്തോത്രം ആ ഭർത്തോമേലായിരിക്കുമ്പോൾ തന്നെ സ്തോത്രം ആരെങ്കിലും ഹല്ലേലൂയ ശബരിമല പോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോ എനിക്കൊരു പങ്കുണ്ടായിരിക്കും. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ എല്ലായിടത്തുനിന്നും വളരെ സ്നേഹം അനുഭവിച്ച് ആ നാട്ടുകാരുടെയൊക്കെ ഇടയിൽ വളരുവാൻ ദൈവം എനിക്ക് തന്ന കാലഘട്ടത്തെ അവസ്ഥകളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊന്നും മറന്നു കളയരുതല്ലോ. ഹല്ലേലൂയ. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ആഴത്തിൽ ദൈവത്തെ സ്തുതിച്ചു പോകുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെ അതിൽ നിന്നൊക്കെ വേറിട്ടിട്ട് യഥാർത്ഥ ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന ആമേൻ സ്തോത്രം ഒരു ജീവിതം എനിക്ക് ആ ദേശത്ത് ജീവിച്ചു കാണിക്കുവാൻ അത്യുന്നത ദൈവം എനിക്ക് കൃപ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ചില വഴികൾ അടയപ്പെടുന്നത്, ചില പ്രതിസന്ധികൾ കടന്നു വരുന്നത് ഹല്ലേലൂയ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്, നമ്മുടെ കുടുംബത്തിന്റെ വിടുതലിന് മാത്രമാണ്. കാരണം യോസഫിനെ സഹോദരന്മാർ കാരാഗ്രഹത്തിനകത്തിട്ടു. ആമേ സ്തോത്ര പൊട്ടക്കിണറ്റിനകത്തിട്ടു. അവിടെ നിന്ന് പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക്, അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്ക്. എന്നാൽ ഹല്ലേലൂയ പൊത്തിഫർ കാണുന്നത് യഹോവയായ ദൈവം അവനോട് കൂടെയുണ്ട്. കാരാഗ്രഹ പ്രമാണി കാണുന്നത് യഹോവയായ ദൈവം യോസഫിനോട് കൂടെയുണ്ട്. പ്രിയ ദൈവമൈതലേ, നീ കടന്നു പോകുന്ന സാഹചര്യം നിനക്ക് സഹിക്കുവാൻ കഴിയാത്ത വേദനയുടെയും മുറിവിന്റെയും ഒക്കെ അനുഭവമായിരിക്കും. സ്തോത്രം. പൊട്ടക്കിണറ്റിനകത്ത് വീണപ്പോൾ അവൻ മനസ്സ് തളർന്ന ഒരു യോസഫ് ഉണ്ട്, ശരീരം മുറിഞ്ഞ ഒരു യോസഫ് ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവിടെ നിന്നും വിദ്യാനെ കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ ആമേൻ അതിനേക്കാൾ സഹോദരന്മാർ വീണ്ടും മുറിവേൽക്കപ്പെട്ട ഒരു യോസഫിന്റെ ഹൃദയമുണ്ട്. ആ തകർന്നു നുറുങ്ങിയ അവസ്ഥയ്ക്കകത്താണ് പൊത്തിഫറിന്റെ ഭവനത്തിൽ യോസഫ് ആയിരിക്കുന്നതെങ്കിലും യോസഫിനോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം അതിനരകൽക്കമനവലവ ഹല്ലേലൂയ അത് മറ്റുള്ളവർ കാണുവാൻ ഇടയായി തീർന്നു. ആമേൻ പൊത്തിഫറിന് ആ ഭവനത്തിന് യോസഫ് അനുഗ്രഹമായി തീർന്നു. അതുപോലെ കാരാഗ്രഹത്തിന്റെ നടുവിലും യോസഫ് ആമേൻ കാരാഗ്രഹ പ്രമാണിക്കും കൂടെയുള്ളവർക്കും ഒക്കെ അനുഗ്രഹമായി തീർന്നു. പ്രിയ ദൈവമൈതലേ, ഇന്ന് നീ കടന്നു പോകുന്ന കാരാഗ്രഹത്തിന്റെ അവസ്ഥ, നീ ചിന്തിക്കാതെ പോലും വേദന അനുഭവിക്കുന്ന അവസ്ഥകൾ, അതിൽ മുഖാന്തരം അൽക്കമന ഘടകമന നീ തകർന്നും മുറിവേറ്റും ഇരിക്കുകയാണെങ്കിൽ നിന്നിൽ കൂടെ ഹല്ലേലൂയ ഉയരുന്ന കണ്ണുനീരും പ്രാർത്ഥനകളോ നിന്റെ കുടുംബത്തിന്റെ വിടുതലിന് കാരണമാ, നിന്റെ തലമുറകളുടെ വിടുതലിന് കാരണമാ, നിന്റെ ദേശത്തിന്റെ വിടുതലിന് കാരണമാ. ഒരു ദൈവവൈതലിന്റെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗം ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ദൈവപ്രവൃത്തിയുണ്ട്. അൽക്കമന ഘടകമന വലവശൈദവന ഗതുര. ആമേൻ സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ വളരെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. എന്ന് മാത്രമല്ല, ആ ചെറിയ പ്രായം മുതലേ ആമേൻ സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ ആ ഷാരോൺ ചർച്ചില് ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ആമേൻ കർത്താവിന്റെ ദാസന്മാരൊക്കെ ആമേൻ വെള്ളിയാഴ്ച ചില സമയത്ത് കാണത്തില്ല. അപ്പോൾ ഉപവാസ പ്രാർത്ഥന നടത്തുന്നതും ബുധനാഴ്ചത്തെ കോട്ടേജ് മീറ്റിംഗ് നടത്തുന്നതും എല്ലാം ഹല്ലേലൂയ ആമേൻ അതൊക്കെ ചെയ്യുവാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ചർച്ചിന്റെ പായ വിരിക്കാനും കർത്തൃമേശയ്ക്കുള്ള വൈനുണ്ടാക്കുവാനും അങ്ങനെ ഹല്ലേലൂയ ആ ആലയത്തിനകത്തോട്ട് ആമേൻ സ്തോത്രം ചേർന്ന് വളരുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന കൃപകൾക്കായി ആമേൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ പോയി കർത്താവിന്റെ വചനം പഠിക്കുവാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അവിടെയും സ്തോത്രം ഒരു ഗുണം എനിക്കുണ്ടായിരുന്നു. സ്തോത്രം. ദൈവം എനിക്ക് തന്നൊരു ഗുണം ഹല്ലേലൂയ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, ആമേൻ ഇടവിടാതെ ആർത്തിയോടെ ദൈവവചനം വായിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ വചനമാണ് നമ്മളെ സകലത്തിലും ഉപദേശിച്ച് വഴി നടത്തുന്നത്. ആമേൻ സ്തോത്രം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും ഈ ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കുന്നു. ആമേൻ സ്തോത്രം. യഥാർത്ഥ ദൈവഭക്തരായി നാം ജീവിക്കണമോ? ഹല്ലേലൂയ ദൈവത്തിന്റെ മനുഷ്യനായിരിക്കണമോ? നമ്മുടെ മാതാപിതാക്കൾ ഉപദേശിക്കുന്നതിലുപരിയായി ഏതെങ്കിലും പ്രവാചകന്മാർ വന്ന് നമ്മുടെ ജീവിതത്തെ
വിവേചിക്കുന്നതിലുപരിയായി നമ്മളെ ഹല്ലേലൂയ ആമേൻ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ നമ്മളെ ഉപദേശിക്കും, ശാസിക്കും, ഗുണീകരിക്കും. ഹല്ലേലൂയ നീതിയിൽ നടക്കേണ്ടത് നമ്മളെ അഭ്യസിപ്പിക്കും. ഈ വചനമാണ് എന്നെ പഠിപ്പിച്ചത്, എന്നെ അഭ്യസിപ്പിച്ചത്, എന്നെ ഗുണീകരിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ കൂടെ പ്രോത്സാഹിപ്പിക്കുക. ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ അധികം സമയങ്ങൾ തരുന്നെങ്കിൽ, മനസ്സ് തരുന്നെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാ. ഇടവിടാതെ പ്രാർത്ഥിച്ചോണം, ഇടവിടാതെ ദൈവവചനം ധ്യാനിച്ചു കൊള്ളണം. യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാരാ. അവർ ആറ്റൊരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷമായിരിക്കും. ഇന്ന് എനിക്ക് കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയുവാൻ കഴിയും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ഇലവാടാത്ത വൃക്ഷമാക്കി തീർത്തത് ആമേൻ സ്തോത്രം ജീവനബലവ. എല്ലാ പ്രതികൂല സാഹചര്യത്തിനകത്തു ആമേൻ സ്തോത്രം ശോഭയോട് കൂടെ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, വളർത്തുവാൻ ആമേൻ എനിക്ക് പ്രാപ്തി തന്നത് ഈ ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവോ എന്നിൽ നിറഞ്ഞു നിന്ന എന്റെ യേശു കർത്താവ് മാത്രമാ. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷത്തോടെ അത് പറയാൻ പറ്റും. കാരണം തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതി ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ നിങ്ങളുടെ നടുവിൽ ആമേൻ വന്നപ്പോൾ വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു ഞാൻ നിങ്ങളുടെ നടുവിൽ വചനം ശുശ്രൂഷിച്ചത്. ഇന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ അദ്വന രഗൽകമന ബഹുനിശ്ചയത്തോടെ ആമേൻ സ്തോത്രം ഞാൻ നിങ്ങളോട് പറയുക. ഹല്ലേലൂയ. ഈ ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്നു എങ്കിൽ ആമേൻ സ്തോത്രം വൻമഴ ചൊരിയും, കൊടുങ്കാറ്റടിക്കും. ആമേൻ സ്തോത്രം. എന്നാൽ ആഴ് കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയൂ. ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ടത വരുമ്പോൾ, ചെറിയ ചെറിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ ആഴ് കുഴിച്ച് ആ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യരാകുവാൻ ഇന്ന് പകൽ സമയം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക. ആമേൻ സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം കർത്താവിനോട് ചേർന്ന് നടക്കണം. കർത്താവിനോട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായെങ്കിലേ ഹല്ലേലൂയ നമ്മുടെ പ്രതിസന്ധികളെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജില് 2021 ഫെബ്രുവരി 10 എന്റെ ഗ്രാജുവേഷൻ. ആമേൻ സ്തോത്രം. തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ വളരെ പ്രതിസന്ധിയാ. ഹല്ലേലൂയ. കാരണം എങ്ങനെയെങ്കിലും എന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടാൽ മതി വീട്ടുകാർക്ക്. സ്തോത്രം. കാരണം ഇങ്ങനെ ബൈബിൾ കോളേജുകളിൽ പോയി പഠിക്കുന്നതോ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനോടോ ഒന്നും താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, നീ ജാതികളുടെ ഇടയില് സുവിശേഷവുമായിട്ട് കടന്നു പോകണം. നിങ്ങൾ ഓർക്കണം, ആമേൻ സ്തോത്രം, ന്യൂ ഇന്ത്യയിൽ പഠിക്കുന്ന സമയത്തും ഏത് സമയത്ത് എന്നെ നോക്കിയാലും ഞാൻ ചാപ്പലിൽ കാണും. ആമേൻ സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാ. എന്നാൽ ഭവനത്തിൽ വന്നപ്പോൾ വളരെ പ്രതിസന്ധി. ഹല്ലേലൂയ. ഒരുപാട് പേര് വന്നിങ്ങനെ കണ്ടുപോകുമെങ്കിലും ആ ദ്വീപിനകത്ത് വന്ന് സ്തോത്രം എന്നെ കാണുമ്പോഴേ എല്ലാവർക്കും മതിയാകും. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഏകദേശം എന്റെ ഒരു വിവാഹത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ട സമയത്താണ് ആമേൻ സ്തോത്രം ഗോവയിൽ കർത്തൃവേലയിലായിരിക്കുന്ന ഒരു ദേവദാസൻ വന്ന് എന്നെ ഹല്ലേലൂയ കാണാൻ വരുന്നത്. ഒരു വിവാഹം ഏകദേശം ധാരണയിൽ മാതാപിതാക്കൾ ഇങ്ങനെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. മനസ്സിനകത്ത് എന്തോ ഒരു അസ്വസ്ഥത. ഹല്ലേലൂയ. അദ്ദേഹം ഒരു സെമിനാരിൽ അധ്യാപകനാ. ആമേൻ സ്തോത്രം. ആ അധ്യാപകനുമായിട്ടായിരുന്നു വിവാഹ നിശ്ചയമെല്ലാം ചെയ്തു വെച്ചിരുന്നത്. ആമേൻ സ്തോത്രം. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞത്, കർത്താവിനെ അറിയാത്ത ജനത്തിന്റെ നടുവിൽ സുവിശേഷവുമായിട്ട് കടന്നു പോകണം. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അർജുന രഗൽ ഘടകമൻ ഏഷ്യാ പ്രവചനം 58 കൂടെ ഇങ്ങനെ സംസാരിച്ചു. സ്തോത്രം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, നിനക്ക് കേട് തീർക്കുന്നവളെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവളെന്ന് പേർ പറയും. ഇങ്ങനെ കുറെ ആലോചന തന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്നു. സ്തോത്രം. നീ വിശുദ്ധ ദിവസത്തിൽ
ദിവസത്തെ യഹോവയ്ക്ക് ബഹുമാനമെന്നും ബഹുമാനമെന്ന് എണ്ണി അങ്ങനെ സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതൊക്കെ വെച്ച് കർത്താവിനോട് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. കാരണം എനിക്കിതൊന്നും തുറന്നു പറയുവാൻ ആരുമില്ല. സ്തോത്രം. മാതാപിതാക്കൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഹല്ലേലൂയ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ഗോവൽ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ കാണാൻ വരുന്നത്. അദ്ദേഹം മർത്തോമേൽ അച്ഛനാകാൻ പോയിടത്ത് നിന്ന് വിശ്വാസത്തിൽ വന്നു. ദൈവവചനം പഠിച്ച് മണക്കാലെ BTH കഴിഞ്ഞിട്ട് ഗോവയിലെ ഷാരോന്റെ സ്തോത്രം ശുശ്രൂഷയിലായിരിക്കുന്ന സമയം എങ്ങനെയാണെന്ന് അറിയത്തില്ല, വളരെ വേഗത്തില് വിവാഹം നടന്നു. സ്തോത്രം. ഫെബ്രുവരി 10 ഗ്രാജുവേഷൻ കഴിയുന്നു. 2001 ഏപ്രിൽ 19 തന്നെ എന്റെ വിവാഹം നടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 7 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഗോവയിൽ പോയി. ഗോവ ആൻഡമാൻസില് സ്തോത്രം. സുനാമിയുടെ സമയത്ത് ഞങ്ങൾ ആൻഡമാൻസിലുണ്ട്. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ എനിക്ക് സ്തോത്രം കർത്താവ് ഇടയാക്കി. ഞാൻ അങ്ങനെ ചുരുക്കമായിട്ട് അങ്ങ് പറയാം. സ്തോത്രം. ആൻഡമാൻസിലും ഹല്ലേലൂയ. 2004 ഞാൻ ചെന്ന് 2ാമത്തെ ദിവസമാണ് അവിടെ സുനാമി ഉണ്ടാകുന്നത്. ഭൂമി കിടുകിട കീറുന്നത്, മത്തനെ പോലെ ചാഞ്ചാടുന്നത്, വളരെ ഭാരമേറിയ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. അന്ന് എന്റെ മകൾക്ക് 2 വയസ്സേ ഉള്ളൂ. ഞാൻ ഈ കുഞ്ഞുമായിട്ട് വളരെ ഭയപ്പെട്ടിരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അർദ്ധരാത്രി 1 മണിക്കൊക്കെ 1 മണി 2 മണി സമയത്തൊക്കെ വളരെ സ്തോത്രം മനുഷ്യരും മൃഗങ്ങളും എല്ലാം ഇങ്ങനെ കരയുന്ന അനുഭവം. ആർക്കും അകത്തിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഭൂമി ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക. സ്തോത്രം. അവിടെയുള്ള ഈ പാക്കുമരങ്ങളും പുളിമരങ്ങളും എല്ലാം സ്തോത്രം ഇങ്ങനെ അതൊക്കെ ഒരു വലിയ ഭീതിജനകമായ അവസ്ഥകളെ ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നു. ആ അർദ്ധരാത്രിയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. അവൻ തള്ളയാടുകളെ പെതുക്കം നടത്തി കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ വാക്കുകളെ സ്തോത്രം ദൈവവചനത്തെ ആവർത്തിച്ച് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കേൾക്കുമ്പോൾ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോവുകയായിരിക്കും. പക്ഷേ അവൻ തള്ളയാടുകളെ പെതുക്കം നടത്തി കുഞ്ഞാടുകളെ ഭുജത്തിൽ വഹിക്കുന്ന ദൈവമാ. ഒന്നുകൂടെ മറന്നു പോകരുത്. കൂലി അവന്റെ പക്കലുണ്ട്, പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. ആയതുകൊണ്ട് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ വിശ്വസ്തത പാലിക്കണം. നമ്മുടെ രഹസ്യ ജീവിതത്തിനകത്ത് വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം. അൽക്കവനഘടകമന അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഉള്ളവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് സമയത്തും അർജുന റഗൽ ഘടകമന ശത്രു നമ്മളെ തകർത്ത് കളവാൻ നോക്കും. അല്ലെങ്കിൽ പ്രതിസന്ധി അങ്ങ് മാറ്റിവെക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കഷ്ടകാലത്തെ നമ്മൾ ഓർക്കണ്ട. ആ കഷ്ടതയുടെ നടുവിൽ കർത്താവ് നമ്മെ താങ്ങി നടത്തും. എന്നാൽ എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുക, രഹസ്യ ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് അൽക്കര ഘടകമനമാ കൂലി അവന്റെ പക്കലുണ്ട്, പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തളർന്നു പോകരുത്. സ്തോത്രം. യെശയ്യാ 35 വായിക്കുന്നത് പോലെ സ്തോത്രം. അവൻ മുഴങ്കാലുകളെ ബലപ്പെടുത്തുന്നു, തളർന്ന കൈകളെ ശക്തീകരിക്കുന്ന ദൈവമാ. ഇന്ന് നിന്റെ കൈകൾ തളർന്നിരിക്കുന്നെങ്കിൽ ശക്തീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. മുഴങ്കാലിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ എന്റെ മുഴങ്കാലുകളെ ബലപ്പെടുത്തി അസീരികനഘടകമന താങ്ങി നടത്തുന്ന അത്യുന്നതന്റെ കരങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആയിരിക്കുന്നത്. ആയതുകൊണ്ട് ഭാരപ്പെട്ടു പോകണ്ട. ഞാൻ പറയാമല്ലോ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ഭീതിജനകമായ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട വചനമാ. ആ വാക്യം എവിടാ എന്തുവാന്ന് അന്നേരം എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഹല്ലേലൂയ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി. സ്തോത്രം. നമ്മളെ ഭുജത്തിൽ വഹിച്ചു നടത്തുന്ന ഒരു നല്ല ഇടയൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ തളർന്നു പോകത്തില്ല. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. പിറ്റേന്നായപ്പോൾ ഇങ്ങനെ റേഡിയോയിൽ കൂടെ ഒക്കെ അനൗൺസ്മെന്റ് വന്നു തുടങ്ങി. പോർട്ട് പ്ലെയറിലെ ആ ബജാറൊക്കെ വെള്ളത്തിനകത്ത് മുങ്ങാൻ തുടങ്ങി. നിങ്ങൾ ഉയർന്ന മലയിലേക്ക് പോ. സ്തോത്രം. ഞങ്ങൾ അന്ന് പാർക്കുന്ന ഒരു ചിൽഡ്രൻസ് ഹോമില 10-70 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ സ്തോത്രം അതിലേക്ക് നടന്നു ഓടി പോയ അവസ്ഥകളൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ വലിയ കടകളൊക്കെ സ്തോത്രം വലിയ ആചാനുബാഹുക്കളായ ആൾക്കാരൊക്കെ കടകളുടെയൊക്കെ ഷട്ടറൊക്കെ താഴ്ത്തിയിട്ടിട്ട് ഭയത്തോടെ നിന്ന് മുഖങ്ങളൊക്കെയാ ഞാൻ ഇന്ന് ഓർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്ത സമയത്ത് വയനാടും ഇത് നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ
ആമേൻ സ്തോത്രം, ഞാനൊരു ഇമ്മാനുവൽ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി ആമേൻ സ്തോത്രം നടത്തുന്നുണ്ട്. ആമേൻ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ. രാപ്പകൽ അതിനകത്ത് പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും 11:30 ആകുമ്പോൾ അതിൽ പ്രെയർ ഉണ്ട്. സ്തോത്രം, രാത്രി 5 മുതൽ 7 വരെ പ്രെയർ ഉണ്ട്. ഹല്ലേലൂയ. വെള്ളിയാഴ്ച രാത്രി തോറും നൈറ്റ് പ്രെയർ ഉണ്ട്. സ്തോത്രം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനം അതിന്റെ നടുവിലുണ്ട്. അപ്പോൾ ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട്, ഹല്ലേലൂയ, നാച്ചുറൽ കലാമിറ്റീസ് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ആമേൻ സ്തോത്രം ഭൂമിയിൽ 1/3 വിഴുങ്ങിക്കളയുന്ന ആമേൻ അതിഭയാനകമായ കാഴ്ചകൾക്ക് നമ്മുടെ തലമുറയിൽ നമ്മൾ കാണാൻ പോവുകയാ. ആമേൻ, ഒന്നുകൂടെ പറയാം. ആമേൻ, 1/3 ജനവിഭാഗത്തെ നാച്ചുറൽ കലാമിറ്റീസിനകത്തുകൂടെ ഹല്ലേലൂയ ആമേൻ നഷ്ടപ്പെട്ടു പോകുന്ന ആമേൻ ആമേൻ സ്തോത്ര കാഴ്ചകളെയൊക്കെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുവാനും ഞാനിത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം, പ്രാർത്ഥനയോടെ ആയിരിക്കണം, കരുതലോടെ ആയിരിക്കണം. ആമേൻ സ്തോത്ര. ഈ ഭൂമി ഒന്നും ശാശ്വതമല്ല. ആമേൻ, കർത്താവിന്റെ വരവേറ്റം ആസന്നമായി ആയതുകൊണ്ട് എനിക്കിന്ന് കഷ്ടതയാ, എനിക്കിന്ന് വേദനയാ എന്ന് പറഞ്ഞ് സ്തോത്രം, അല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ ജീവിതത്തിന്റെ സന്തോഷ നാളുകളിലൂടെ കർത്താവ് തന്ന ആശ്വാസ കാലങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലോ യഹോവയായ ദൈവത്തെ ഭയപ്പെടണം. ആമേൻ സ്തോത്രം. അവൻ മനസ്താപമുള്ളവരുടെ ഹൃദയങ്ങളിൽ, താഴ്മയുള്ളവരുടെ ഹൃദയങ്ങളിൽ, ഹല്ലേലൂയ ദൈവവചനത്തിൽ വിറയ്ക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുവചനത്തിങ്കൽ വിറയ്ക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. എനിക്ക് അന്തരംഗത്തിൽ ജ്ഞാനമില്ലെന്നാഥാ, ജീവിക്കുവാനുള്ള കഴിവില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എനിക്ക് പരിജ്ഞാനം തരുന്നതാണെന്നും ജ്ഞാനം തരുന്നതാണെന്നും വിവേകം തരുന്നതാണെന്നും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ആ ആത്മാവിനായി വാഞ്ചിച്ചു കൊണ്ടിരിക്കണം. ജ്ഞാനത്തിനായിട്ട്, വിവേകത്തിനായി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഹൽക്കനഗടകനഗസി വരുവാനുള്ള ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ആമേൻ സ്തോത്രം ഒഴിഞ്ഞു പോകേണ്ടതിന് കർത്താവിന്റെ നാൾ അടുക്കുന്നു എന്ന് തോന്നും തോറും അധികമായി ക്രിസ്തു വേലയിൽ ഉണർന്നിരിക്കേണ്ടതിന് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ആമേൻ സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഗോവയിൽ നിന്ന് കടന്നു വന്ന് വീണ്ടും മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ നിന്ന് ബിഡി എടുത്തു. ബിഡി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഞങ്ങൾ ആൻഡമാൻസിൽ പോയത്. ഈ സമയത്തൊക്കെ ഞങ്ങൾ ചില ആമേൻ സ്തോത്രം ശുശ്രൂഷകളിലായിരുന്നു. കർത്താവിന്റെ ദാസൻ അതിൽ വളരെ ശക്തനായ ഒരു പ്രവാചകനും ആമേൻ സ്തോത്രം കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദൈവദാസനുമാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലയളവില് ഞങ്ങൾ ഒരുമിച്ച് വെറും 6 വർഷവും 3 മാസമേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. എങ്കിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൊണ്ട് വേഗതയോടെ കർത്തൃവേല ചെയ്യിപ്പാൻ ഇടയായി തീർന്നു. ഞങ്ങളെ കാണുന്നവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു റോസ ചെടിയുടെ 2 പുഷ്പങ്ങൾ എന്ന വണ്ണം ഹല്ലേലൂയ ആമേൻ സ്തോത്രം 2 പേരും ശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത ആമേൻ സ്തോത്രം ഞങ്ങളുടെ യൗവനകാലം ആമേൻ വനത്തിനകത്തും ആമേൻ സ്തോത്രം ആമേൻ ഒക്കെ ആയിരുന്നു. ഹല്ലേലൂയ. ആയതുകൊണ്ട് ആമേൻ സ്തോത്രം ഈ ദൈവത്തെ സേവിക്കാൻ ആമേൻ സ്തോത്രം ഞങ്ങള് ഈ ലോകത്തിന്റെ ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കളങ്കതയോടെ ദൈവത്തെ സേവിച്ചത് കൊണ്ട് ഞങ്ങൾ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ ഹയർ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്ന സമയം ഹല്ലേലൂയ ആമേൻ ഒരു സെമിനാരിയിൽ അധ്യാപകനായിട്ട് ആമേൻ സ്തോത്രം ഒരു ചർച്ചിലെ പാസ്റ്ററായിട്ടും പൊതു ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ 2008 ജനുവരിയിൽ കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു സെമിനാരിയിലെ ഒരു ഹല്ലേലൂയ അന്തരീക്ഷത്തിനകത്ത് ഹല്ലേലൂയ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. ആമേൻ. എന്റെ മോൾക്ക് 5 വയസ്സും മോന് ആമേൻ 9 മാസം പ്രായമുള്ളപ്പോഴാണ് കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേരുന്നത്. അതിനുശേഷമാണ് സ്തോത്രം എന്റെ ജീവിതത്തിനകത്ത് തിയറി മാറി പ്രാക്ടിക്കൽ ആകുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ആമേൻ. നമ്മൾ ദൈവവചനം വായിക്കും. ഞാൻ പറയട്ടെ, എനിക്ക് നേരെ ചൊവ്വേ ഒരു തീപ്പെട്ടി മേടിക്കാൻ പോലും നേരെ ചൊവ്വേ അറിയത്തില്ല. ഒരു കുടുംബം കൊണ്ടുപോകാൻ പോലും എനിക്ക് അറിയാതിരിക്കുമ്പോഴാ 5 വയസ്സും സ്തോത്രം ആമേൻ 9 മാസം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കൃപയാൽ 2 കുടുംബക്കാരും സ്തോത്രം അവിടോട്ട് ഒന്നും വിളിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. പിന്നീടായിരുന്നു എന്റെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഒരു സമയത്ത് ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ, ഈവൻ അച്ഛൻ ഉള്ളപ്പോഴും എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉള്ളപ്പോഴും എന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉറക്കി കിടത്തിയിട്ട് ആമേൻ സ്തോത്രം 10, 11, 12, 1 മണിയൊക്കെ 1, 2 ഒക്കെ ആവുന്നത് ഞാൻ അറിയത്തതേ ഇല്ല. സ്തോത്രം. ഇങ്ങനെ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, ആമേൻ, എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്തെടുക്കാനുള്ള അറിവും ഇല്ല, പ്രാപ്തിയുമില്ല. സ്തോത്രം. പക്ഷേ എന്റെ അച്ഛനാണെങ്കിൽ ഇതെല്ലാം നോക്കി കണ്ടു ചെയ്യും.
ആമേൻ സ്തോത്രം. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തതേ ഇല്ലായിരുന്നു. സ്തോത്രം. കാരണം വീട്ടിൽ ഇളയതായതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊന്നും ചെയ്ത് വലിയ കഴിവില്ല. സ്തോത്രം. അച്ഛന്റെ കൂടെ ഉള്ള സമയത്തും ആമേൻ സ്തോത്രം അങ്ങനെയുള്ള ഒന്നും എനിക്ക് അറിയത്തില്ല. അച്ഛനോട് ഞാൻ പറയും ഒന്ന് സ്കൂട്ടർ പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുമായിരുന്നു, നിന്നെ എന്നിട്ട് വേണം റോഡിന്റെ നടുക്ക് നിന്ന് തൂത്തുവാരാൻ. ആമേൻ സ്തോത്രം. എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്ക് എന്റെ വീട്ടിലോട്ട് ആമേൻ സ്തോത്രം ഒന്ന് പോകട്ടെ എന്ന് ചോദിച്ചാൽ പറയും വേണ്ട, ഞാനുണ്ട്, ഞാൻ ഉള്ളപ്പം എന്റെ കൂടെ തന്നെ പോയാൽ മതി. ഒരിടത്തും ഒറ്റയ്ക്ക് വിടാതെ സ്തോത്രം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ജീവിച്ചത്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ അച്ഛൻ അസുഖമാകുന്നതിന് മുന്നേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2-3 വട്ടം സ്വപ്നങ്ങളിലൂടെ എന്നെ കാണിച്ചു. പക്ഷെ എനിക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഞാൻ എന്നും രാവിലെ അച്ഛനോട് പറയും, അച്ഛോ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. പക്ഷേ കർത്താവിന്റെ ദാസന് വ്യക്തതയോടെ അറിയാമായിരുന്നു. അദ്ദേഹം എന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറയും, സാരമില്ല, അത് അതിജീവിപ്പാൻ ദൈവം നിനക്ക് കൃപ തന്നല്ലോ, നീ അതിനെ ജയിച്ചല്ലോ. സ്തോത്രം. കാരണം ഞാൻ അതിനെ ജയിക്കുന്ന കാഴ്ചകളാ കാണുന്നത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളാ കാണുന്നത്. സ്തോത്രം. ഒരിക്കൽ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടത്, സ്തോത്രം, ഞങ്ങള് എറണാകുളത്തായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഒരിക്കല് ഹല്ലേലൂയ റെയ്നാട് ബോങ്കയുടെ മീറ്റിങ്ങിനൊക്കെ പോകുന്നത് പോലെ വലിയ പുരുഷാരത്തിന്റെ നടുവിൽ ഞാനും അച്ഛനും കുഞ്ഞുങ്ങളും കൂടി ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അച്ഛനെ കാണുന്നില്ല. സ്തോത്രം. ഞാനിങ്ങനെ എല്ലാവരോടും ചോദിക്കുക, അദ്ദേഹത്തെ കാണുന്നില്ല. സ്തോത്രം. അവസാനം എല്ലാവരും കൂടെ എന്നെയും കുഞ്ഞുങ്ങളെയും കൂടെ പിടിച്ചൊരു ബസ്സിനകത്ത് കയറ്റി. ഞാനും കുഞ്ഞുങ്ങളും മാത്രം ഇങ്ങനെ ബസ്സിനകത്ത് പോവുകയും ഞാൻ പരിഭ്രാന്തിയോടെ അച്ഛനെ ഇങ്ങനെ അന്വേഷിക്കുക. ആമേൻ കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ബസ് എവിടെയോ നിർത്തിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ടെലിഫോൺ ബൂത്ത് ഇങ്ങനെ കോയിൻ ഇട്ട് വിളിക്കുന്നിടത്ത് ചെന്ന് കോയിൻ ഇട്ടിട്ട് ഞാൻ വിളിക്കുക. എനിക്ക് അച്ഛന്റെ സൗണ്ടെങ്കിലും ഒന്ന് കേട്ടാൽ മതി. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഞാനിങ്ങനെ വല്ലാതെ ഭീതിയോടെ വിളിക്കുന്നു. സ്തോത്രം. ആരും ഫോൺ എടുക്കുന്നില്ല. വീണ്ടും എല്ലാവരോടും എന്നെ പിടിച്ചു കയറ്റി ആ ബസ്സിനകത്ത് കയറ്റി. സ്തോത്രം. വീണ്ടും ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരോ ഇങ്ങനെ പറയുന്നു, എറണാകുളത്ത് ഒരു വലിയ പൈപ്പ് ലൈൻ പൊട്ടി, അവിടെ എല്ലാം ഭയങ്കര വെള്ളപ്പൊക്കമാ, ഈ പെങ്കൊച്ചും കൊച്ചുങ്ങളും എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുക. അപ്പോഴ് ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. എനിക്ക് 1-2 ചുരിദാറേ ഉള്ളൂ ആ സമയത്തൊക്കെ. ഹല്ലേലൂയ. ഞാൻ സ്ഥിരം ഇടുന്ന ആ ഒരു ചുരിദാറും ഇതുപോലെ വെള്ള ഒരു കോട്ടന്റെ ഷോൾ ഉണ്ട്. സ്തോത്രം. ഞാൻ വ്യക്തമായിട്ട് കാണുക. ആ കോട്ടൺ ഷോൾ എടുത്ത് ആമേൻ എന്റെ 5 വയസ്സുള്ള മോളെ എടുത്ത് ആമേൻ സ്തോത്രം എന്റെ കെട്ടി എന്റെ നെഞ്ചത്തോട് എന്റെ വയറിനോട് ചേർത്തിങ്ങനെ കെട്ടി മുറുക്കി വെച്ചിട്ട് സ്തോത്രം ഹല്ലേലൂയ ഈ സീറ്റിന്റെ ഇപ്പുറത്തെ സൈഡിലോട് മോനെ ചേർത്ത് കിടത്തി ഇങ്ങനെ പിടിച്ച് ഹല്ലേലൂയ യാത്ര ചെയ്യുന്ന ഒരു അനുഭവം. ആമേൻ സ്തോത്രം. ഇങ്ങനെ 2-3 രീതിക്ക് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തന്നു. ഞാനിതെല്ലാം അച്ഛനോട് പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ ഇതെല്ലാം ഇങ്ങനെ സ്തോത്രം സാരമില്ല, നീ അതിജീവിക്കും, ജയിക്കും, ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞങ്ങ് വിടുകയാ. എന്നാൽ അച്ഛൻ എല്ലാവരോടും നടന്ന് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്. ആമേൻ ഇങ്ങനെ കാര്യങ്ങള് എല്ലായിടത്തും നടന്ന് പറയുന്നുണ്ട്. സെമിനാരിൽ അധ്യാപകരെ ചെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ മാത്രം ഇതൊന്നും അറിയുന്നില്ല. കാരണം ഞാൻ അന്ന് പ്രഗ്നൻസി ടൈമും കൂടെ ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ആ സമയങ്ങളിലൊക്കെ അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. ഞങ്ങളിങ്ങനെ അച്ഛനെ വെല്ലൂരിലൊക്കെ കൊണ്ടുപോയി. വെല്ലൂരിൽ നിന്ന് സ്തോത്രം പെട്ടെന്ന് തന്നെ അവരെ മടക്കി അയച്ചു. വെറും വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുത്ത് ചുരുങ്ങി 2 ആഴ്ച 15 ദിവസമൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ വെല്ലൂരിൽ നിന്ന് തിരിച്ചു വിടുന്നത്. സ്തോത്രം. ആ ഡിസംബർ 2 വെല്ലൂരിൽ നിന്ന് മടക്കി വിടുന്ന ദിവസമാണ് എന്റെ കുഞ്ഞിന് 5 വയസ്സ് തുടങ്ങുന്ന സമയം. സ്തോത്രം. എന്റെ മൂത്ത കുഞ്ഞിന്റെ 5 വയസ്സ് തുടങ്ങുന്ന സമയം. ഹല്ലേലൂയ. ആ ജീവിതത്തിലേക്ക് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ കർത്താവിന്റെ ദാസനോട് കൂടെയുള്ള ജീവിതം വളരെ കുറഞ്ഞ കാലയളവേ ഉണ്ടായിരുന്നുള്ളെങ്കിലോ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വേല അവൻ വിശ്വസ്തയോടെ ഞങ്ങൾക്ക് ഓടിത്തീർപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തു. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിനൊക്കെ ആയിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആമേൻ മണക്കാല സെമിനാരിയിലെ ചില അധ്യാപകരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അന്നും ഇന്നും ഒക്കെ ഹല്ലേലൂയ ഇന്നും എനിക്ക് തുണയായി നിൽക്കുന്നത് ആമേൻ സ്തോത്രം. ആലോചന പറഞ്ഞു തരുന്നത് ആമേൻ സ്തോത്രം. അവരെയൊക്കെ തന്നെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. അതിനുശേഷം ഞാൻ ആമേൻ ആ സെമിനാരിയിലെ ആ താമസ സ്ഥലത്ത് നിന്ന് മാറി കൊല്ലത്തൊരു ഓൾഡ് ഏജ് ഹോമിലോട്ടാണ് വന്നത്. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ മരവിപ്പ. ഈ ഒരു വിധവയായാൽ എന്താണ് അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സെമിനാരിയിലെ ആമേൻ ഒരു ഡിപ്ലോമ കൊണ്ട് ഒന്നും ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. ആമേൻ സ്തോത്രം. ഞാൻ ഇവിടെ വന്നു. കൊല്ലത്ത് വന്നതിന് ശേഷമാണ് ഞാൻ കമ്പ്യൂട്ടർ TTC പഠിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഒരു ഓഫീസിലെ ജോലിക്ക് കയറി ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് മാറി സ്തോത്രം ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തു.
സ്തോത്രം. അമ്മ ഷീറ്റിട്ട് നിറച്ച് എലിയും ഒരു കൊച്ചു ഇടുങ്ങിയ മുറി, 2 കുഞ്ഞുങ്ങളും സ്തോത്രം. ആ സമയത്തൊക്കെ എന്റെ മാതാവ്, എന്റെ സഹോദരങ്ങള് ആമേൻ ഒക്കെ എനിക്ക് തുണ നിന്നു. അവരുടെ പരിമിതിക്ക് അനുസരിച്ച് ആമേൻ എന്റെ മാതാവ് ഒരുപാട് കഷ്ടപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. സ്തോത്രം. ഞാനും ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതിനുശേഷം ആമേൻ മോനെ കൂടെ ഒക്കെ സ്കൂളിൽ ചേർക്കാനൊക്കെയുള്ള സമയം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ കൊച്ചു വീടിനകത്തും സ്തോത്രം വളരെ ഭയത്തോടെ ജീവിച്ച നാളുകളുണ്ട്. കാരണം അമ്മ എന്റെ ഇളയ മോനുമായിട്ട് അങ്ങ് വീട്ടിൽ പോകും. സ്തോത്രം. ഞാനും മോളുമേ മിക്ക ദിവസങ്ങളിലും കാണും. അതിനുശേഷം ഈ പ്ലേ ക്ലാസ് ഒക്കെ ആയപ്പോ 3.25 വയസ്സായപ്പോൾ ഞാൻ മോനെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്തു. സ്തോത്രം. ഈ സമയത്ത് ഹല്ലേലൂയ ആമേൻ മോള് സ്കൂളിൽ പോകുന്നുണ്ട്. ഞാൻ അന്ന് പോകുന്ന ചർച്ചിലെ ദേവദാസിന്റെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു സ്പോൺസറെ ഒപ്പിച്ചു തരുമോ? അദ്ദേഹം ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഞാൻ വളരെ ചെന്ന് ദൈവസന്നിധി നിലവിളിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആമേൻ സ്തോത്രം. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ നീ ആശ്രയിക്കരുത്. ഹല്ലേലൂയ. ഞാൻ ആ ദൈവശബ്ദം കേൾക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. അന്ന് ഞാൻ പോകുന്ന ചർച്ചില് അവിടെ ഒരു വലിയ സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും അവിടെയാ പഠിക്കുന്നത്. സ്തോത്രം. സ്കൂളിലെ ഒട്ടുമിക്ക. അപ്പൊ എനിക്കും ആഗ്രഹം അതൊരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള IGCSE സിലബസ് ഒക്കെ ഉള്ള ഒരു സ്കൂളാണ്. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, സ്തോത്രം ഹല്ലേലൂയ, ചർച്ച് വേറെ സ്കൂൾ വേറെ. ഹല്ലേലൂയ. ഇവിടെ പഠിപ്പിക്കുവാൻ റാണിയുടെ സാമ്പത്തികം പറ്റത്തില്ല. ഹല്ലേലൂയ. റാണി അതുകൊണ്ട് മോനെ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചേർക്ക്. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് പോരുന്നു. സ്തോത്രം. ദൈവസ്ഥാനത്തിൽ വന്ന് വളരെ നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം കർത്താവ് എനിക്കൊരു വഴി ഒരുക്കി തന്നത്. എന്താണെന്നറിയാമോ? ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഞാനൊരു ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ തന്നെ ഒരുപാട് ജോലികളുണ്ട്. സ്തോത്രം. ഒരു ഓഫീസ് ബോയ് ഓടുന്നത് പോലെ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ട്. പച്ചക്കറി മാർക്കറ്റുകളില് സ്തോത്രം. മീൻ മാർക്കറ്റുകളില്, ഇറച്ചി മാർക്കറ്റുകളില് സ്തോത്രം. ഇങ്ങനെ ഹല്ലേലൂയ 100 പേര് പഠിക്കുന്ന ഒരു ബൈബിൾ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യുവാൻ, അവിടുത്തെ ക്യാഷ് ഹാൻഡിൽ ചെയ്യണം, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. സ്തോത്രം. ഈ സമയത്താണ് ഞാൻ സ്തോത്രം ഒരു സ്കൂട്ടർ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സൈക്കിൾ ഞാൻ നേരെ ചൊവ്വെ കണ്ടിട്ട് പോലുമില്ല, കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ ഞാൻ ഇവിടെ കൊല്ലം ആശ്രാമ മൈതാനത്ത് പോയി തനിയെ വണ്ടി എടുത്ത് സ്തോത്രം ആ ദിവസം തന്നെ ഞാൻ വണ്ടി ഓടിച്ചു. ഹല്ലേലൂയ. സ്പീഡ് കൂടി, എന്തൊക്കെ എനിക്ക് പേടിയായി. സ്തോത്രം. ബ്രേക്ക് പിടിച്ചു, മറിഞ്ഞു വീണു, എന്റെ ദേഹം മൊത്തം പൊട്ടി. സ്തോത്രം. ഞാൻ ആ ചോര ഒലിപ്പിച്ചു. മനസ്സും ശരീരവും ഒരുപോലെ വേദനിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആശ്രാമത്തിൽ നിന്ന് ഞാൻ താമസിക്കുന്ന പട്ടത്താനം വരെ അന്ന് ഹല്ലേലൂയ കരഞ്ഞുകൊണ്ട് നടന്ന ദിവസങ്ങളെ ഞാൻ ഓർക്കുന്നു. സ്തോത്രം. നമ്മൾ കണ്ണുനീരോടെ വിതയ്ക്കുന്നതെല്ലാം നമ്മൾ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഏത് വണ്ടി എന്റെ കയ്യിൽ തന്നാലും ഓടിക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് പ്രാപ്തി നൽകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്ന് മാത്രമല്ല, ഞാൻ ബൈബിൾ സ്കൂളിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് ജോലി ചെയ്തു. സ്തോത്രം. എനിക്ക് ആകെപ്പാടെ ഏറ്റവും കൂടി ഒരു ശമ്പളം കിട്ടുന്നത് അപ്രാവശ്യമാണ്. 35,000 രൂപ ദൈവം എനിക്ക് നൽകി തരുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഒരു സുഹൃത്തും കൂടെ എന്നോട് പറഞ്ഞു, സ്തോത്രം ഹല്ലേലൂയ ആമേൻ, വളരെ അത്ഭുതകരമാവണ്ണം എനിക്ക് ആ സ്കൂളിൽ തന്നെ എന്റെ മോനെ ചേർത്ത് പഠിപ്പിക്കാൻ എനിക്കൊരു അഡ്മിഷൻ ലഭിക്കാൻ ഇടയായി തീർന്നു. മറ്റൊന്നും കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് സ്തോത്രം ദൈവവചനത്തിൽ വിശ്വാസം വേണം, ക്രിസ്തുവിൽ വിശ്വാസം വേണം. സ്തോത്രം. നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി വെറും ഉപരിപ്ലവമായ ദൈവശക്തിയല്ല. ഇത് നമുക്ക് ജ്ഞാനം തരുന്നതാ, നമുക്ക് പ്രാപ്തി തരുന്നതാ. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാ പറയുന്നത്, ഇതിനൊന്നും ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ദൈവകൃപയാണ് ഈ അഭിഷേകത്തിന്റെ ശക്തി. ഞാനൊരു 17 വർഷം കൊണ്ട് കർത്താവിന്റെ ദാസൻ നിത്യതയിൽ ചേർന്നത് 2008 ഈ 2024 ഈ മാസം വരെയും ഈ കൊല്ലം പട്ടണത്തിൽ തന്നെ ഞാൻ താമസിക്കുന്നത്. ഇത് 9ാമത്തെ വാടക വീടാണ് ഞാൻ താമസിക്കുന്നത്. 2001 എന്റെ വിവാഹം കഴിഞ്ഞു. എന്റെ മോൾക്ക് 21 വയസ്സുണ്ട്. ഇന്ന് വരെ എന്റെ കുഞ്ഞൊരു സ്വന്തമായി
ഭവനത്തിൽ അവൾ ഉറങ്ങിയിട്ടില്ല. സ്തോത്രം. ഞങ്ങളിങ്ങനെ വാടക വീടുകൾ മാറിയ താമസിക്കുന്നത്. പക്ഷെ ഒന്നുകൂടെ പറയട്ടെ, കർത്താവ് ഞങ്ങളെ ഇന്ന് വരെ കടത്തുണ്ടയിൽ കിടത്തിയിട്ടില്ല. സ്തോത്രം. വാടക കൊടുക്കാനില്ലാതെ ആമേൻ സ്തോത്രം അലങ്ങി തിരികെ നടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പക്ഷെ വാടക വീട് ലഭിക്കാത്ത അനുഭവങ്ങളുണ്ട്, അപവാദം പറയുന്ന അനുഭവങ്ങളുണ്ട്, സ്തോത്രം ദൂഷണം പറയുന്ന അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. സഭക്കാർ പോലും മാറ്റി നിർത്തുന്ന അനുഭവങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. സ്വന്തം സഹോദരങ്ങളുടെ മക്കളുടെ വിവാഹ വേദികളിൽ പോലും ആമേൻ സ്തോത്രം നമ്മൾ വളർത്തിയ കുഞ്ഞുങ്ങളെ ആമേൻ സ്തോത്രം നമ്മളെ അവരുടെ വിവാഹ ചടങ്ങുകളിൽ ഒക്കെയും ആമേൻ സ്തോത്രം അവഗണിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ആമേൻ വേദനാജനകമായ അനുഭവങ്ങളുണ്ട്. സ്തോത്രം സ്തോത്രം. ഇന്ന് ഞാൻ പല ആമേൻ സഹോദരങ്ങളുടെയോ ബന്ധുമിത്രാദികളുടെ അടുക്കൽ ഞാൻ പോകാറില്ല. ഹല്ലേലൂയ. ഞാൻ തീർത്തും ഒറ്റപ്പെട്ട് സ്തോത്രം ഏലിയാവ് ആ ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുന്നത് പോലെ ഞാൻ മാറിയിരിക്കും. കാരണം ആമേൻ സ്തോത്രം ശുശ്രൂഷയിൽ ഒന്ന് ഉയർന്നു വരുന്നത് കാണുമ്പോഴേ ആമേൻ ദൈവദാസന്മാരുടെ ഭാര്യമാര് ആമേൻ ആമേൻ പാസ്റ്റർ ഭാര്യയല്ല, അവൾ വിധവയാണെന്ന് പറഞ്ഞിട്ട് പാസ്റ്റേഴ്സ് വൈഫ്സ് എന്നുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എന്നെ മാറ്റി നിർത്തിയ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അതുവരെ ശുശ്രൂഷയിൽ നിന്ന് എന്നെ യു ആർ എ യങ് വിഡോ എന്ന് പറഞ്ഞ് പല സ്ഥാനത്തും മാറ്റി നിർത്തിയപ്പോൾ ഹല്ലേലൂയ 10 വർഷം ഞാൻ കടന്നുപോയ കൊടിയ അവസ്ഥകളുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഞാൻ ഈ ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ഏജന്റ് ആയിട്ടും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നതിനൊപ്പം മൂന്നാമതൊരു ജോലി എനിക്ക് ദൈവം തന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇവിടെ ഒരു ക്ഷേമനിധി ഓഫീസിലെ ഗവൺമെന്റ് ഓഫീസിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് അവിടുത്തെ ഒരു മുസ്ലിം ഓഫീസർ എന്നോട് അസാധാരണ ദയ കാണിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങൾ 7-10 പേരിരുന്നായിരുന്നു ഡാറ്റ എൻട്രി ചെയ്യുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഞാനാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ ആക്കിയിട്ട് ഒരു 9:30 ഒക്കെ ആകുമ്പോഴാ ഞാൻ ഓടി ഓഫീസിൽ ചെല്ലുന്നത്. ആമേൻ സ്തോത്രം. 3:30 ആകുമ്പോൾ ഇറങ്ങി കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഞാൻ പോരും. പക്ഷേ ഹല്ലേലൂയ കർത്താവ് എനിക്ക് പ്രാപ്തി തന്നത് വളരെ വേഗത്തിൽ സ്പീഡോടെ ഇതൊക്കെ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എല്ലാവരും 3000 ആമേൻ 4000 രൂപ മേടിക്കുമ്പോൾ കർത്താവ് എനിക്ക് 8500 രൂപ 9000 രൂപയൊക്കെ തരും. സ്തോത്രം. എന്റെ വർക്ക് കണ്ടിട്ട് ആ മുസ്ലിം ഓഫീസർ മറ്റുള്ളവരുടെ അടുത്തെല്ലാം പറഞ്ഞു വർക്ക് തീർന്നെന്ന് പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം. ആ ഫയല് ആമേൻ ഓഫീസിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ അദ്ദേഹം എനിക്കത് തന്ന് ഹല്ലേലൂയ ആമേൻ എന്നെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതുകൊണ്ട് തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുത്തു കൊടുക്കാൻ നിന്നിട്ടുണ്ട്. ഒരു ഹോൾസെയിൽ മെഡിക്കൽ സ്റ്റോറിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിലെ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജോലി ചെയ്ത് ജീവിക്കുന്നതില് നമ്മൾ ആമേൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ഭാരപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ പലരും ഉണ്ടല്ലോ, പല വീട്ടു ജോലിക്കായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ആമേൻ കർത്താവിന്റെ ദാസൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള മനോഭാവത്തിന്റെ നടുവില് ആമേൻ കണ്ണുനീരോടെ നിലവിളിച്ച് എനിക്ക് ശക്തിയില്ലായിരുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാൻ ശക്തിയില്ലായിരുന്നു. ആമേൻ സ്തോത്രം. നമ്മുടെ ചാർച്ചക്കാർ നമ്മളെ മാറ്റി നിർത്തും. ആമേൻ അച്ഛന്റെ കൂടെ ആമേൻ കൂടുതൽ ദൈവദാസന്മാരുണ്ടായിരുന്നു. അവരൊക്കെ മറന്നു കളഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. ആമേൻ അച്ഛൻ മരിച്ചപ്പോൾ ആൾക്കാരെല്ലാം എനിക്ക് ഒത്തിരി പണം തന്നു. ആമേൻ സ്തോത്രം. ഞാൻ കൊല്ലത്ത് ഹല്ലേലൂയ വലിയ വീട് വാങ്ങിച്ച് താമസിക്കുന്നു എന്ന് ആമേൻ രക്തബന്ധങ്ങളോ ചാർച്ചക്കാരും ഒക്കെ പറഞ്ഞുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ആമേൻ പല വഴികളും ശത്രു അടച്ചപ്പോൾ ഞാൻ പറയട്ടെ, ജോലി ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ അത്യുന്നത ദൈവം എനിക്ക് പ്രാപ്തി നൽകി. ഇതാ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യരായിട്ട് നമ്മൾ പോകണം. ആമേൻ. യഹോവയുടെ ന്യായപ്രമാണത്തെ നാം രാപ്പകൽ ധ്യാനിക്കുന്നു എങ്കിൽ അതിന്റെ രംഗൽ ഘടകം മനബലമ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ തക്ക സമയത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്രവർത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നാളുകളെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കി എന്റെ സാക്ഷ്യം പറഞ്ഞ പലതും പറയത്തില്ല. ആമേൻ സ്തോത്രം. 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 അധിനരകൾ ഘടകമന ബലബല ഹസ്തജന ഘടകമന. ഒന്നുകൂടെ അവൻ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞു പരത്തരുത്. സ്തോത്രം. ഓരോരുത്തരുടെ അവസ്ഥകളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ വിധിക്കാവൂ. സ്തോത്രം. ഹല്ലേലൂയ.
ആമേ സ്തോത്രം, നമ്മൾ വിധിക്കുന്ന വിധിയാൽ നമ്മൾ വിധിക്കപ്പെടുമെന്ന് മറന്നു പോകരുത് എന്ന് മാത്രമല്ല, ആമേ സ്തോത്രം സ്തോത്രം സ്തോത്രം, വൈദവ്യത്തിൽ ജീവിക്കുന്നവരെ എല്ലാവരെയും ആമേ സ്തോത്രം വികാര ജീവികളാണെന്നോ ദൈവത്തെ ഭയമില്ലാതെ തോന്നുന്ന വഴിയിൽ നടക്കുന്നവരാണെന്നോ ഒന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം എന്നെ ഹല്ലേലൂയ ഞാൻ ആമേ ഹൃദയത്തിനകത്തൊരു തീരുമാനമെടുത്തിരുന്നു, കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾക്ക് പിതാവോ ഇല്ല, എനിക്ക് വളരെ മാന്യതയോടെ ജീവിക്കണം. ആമേ സ്തോത്രം. കാരണം ചെറുപ്പം മുതലേ ഹല്ലേലൂയ ഞാൻ ആ രീതിയിലാണ് ദൈവകൃപയിൽ വളർന്നു വന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് ആമേൻ ന്യൂ ഇന്ത്യയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഞാനിങ്ങനെ എല്ലാവരോടും മിണ്ടുകയും സ്തോത്രം ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം എന്റെ വീട്ടില് ആമേൻ കുറെ സഹോദരന്മാരുടെ നടുവില എന്റെ പപ്പയുടെ മൂത്ത പെങ്ങൾക്ക് തന്നെ 7 ആമക്കളാ, എന്റെ സഹോദരൻ 8, രണ്ടാമത്തെ പെങ്ങളുടെ അങ്ങനെ ഇഷ്ടംപോലെ ആൺകുട്ടികളുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. ഞാൻ പഠിച്ചതും കമ്പൈൻ സ്കൂളിലാ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ടും ആമേ വർത്താനം പറയുകയും എഴുതുകയും ആമേ ഇങ്ങനെ 10ലും പ്രീ ഡിഗ്രിക്കും ഒക്കെ പഠിക്കുമ്പോഴേ ഈ പുലരി കയ്യെഴുത്ത് മാഗസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മാഗസിൻ എഴുതുകയും കഥ എഴുതുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോഴും അത്യാവശ്യം ഇച്ചിരിയൊക്കെ എഴുതുകയും ഹല്ലേലൂയ അവിടുത്തെ ഗുഡ് പ്രീച്ചർ അമംഗ് ദ ഗ്രാജുവേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒരു അവാർഡൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ അവിടെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളാ, ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. സ്തോത്രം. ആമേൻ. എന്റെ ആ പ്രായത്തില് സ്തോത്രം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. അത്ര വലിയ ഒരു പ്രാപ്തിയോ കഴിവോ ഒന്നും ഇല്ലാതിരുന്ന എന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ഇത്രത്തോളം പ്രവർത്തിച്ചു. സ്തോത്രം. ഇത്രത്തോളം നിലനിർത്തി. ഹല്ലേലൂയ. കടന്നു വന്ന വഴികൾ, പിന്നിട്ട വഴികൾ ഓർക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഈ ആമേൻ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ജവഹർലാൽ നെഹ്റു ആണെന്ന് തോന്നുന്നു. ആമേൻ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ടൈമിനെ കുറിച്ച്, പാസ്റ്റ് ടൈമിനെ കുറിച്ച്, കഴിഞ്ഞ കാലത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അത് സ്റ്റിൽ ആണ്, ലൈവാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് യൂണിക്കാണ്. ആമേൻ സ്തോത്രം. ഒരു ചുവരിനകത്ത് സ്തോത്രം ഇങ്ങനെ പടം വരച്ചിടുന്നത് പോലെ ഇന്നലത്തെ ജീവിതമെല്ലാം നമ്മുടെ അത് അങ്ങനെ നിൽക്കുന്നതാ, അതിന് മാറ്റമില്ല. സ്തോത്രം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആമേൻ അവിടെ തരണം ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ദൈവത്തെ സ്തുതിക്കാം. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഏറ്റവും പറയട്ടെ, എന്റെ കഷ്ടതയുടെ ദിനരാത്രങ്ങളായിരുന്നു എന്റെ നിക്ഷേപത്തിന്റെ ദിനരാത്രങ്ങൾ. ആമേൻ. ഞാൻ 3-4 ജോലി ചെയ്ത് തളർന്നു വന്ന് കിടക്കുന്ന സമയങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, എന്റെ ഹൃദയം ഭാരം കൊണ്ട് നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ജീവനകത്തിന് ഭയപ്പെടുന്ന രാത്രികളിൽ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് പുക കൊണ്ട് നിറയുന്ന എത്രയോ ദിനരാത്രങ്ങൾ എനിക്ക് അനുഭവിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ജീവബബനകറ്റുര. ആ ദിവസങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ ദിവസങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇതൊന്നും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ ആമേൻ നമ്മുടെ ജീവിതത്തില് ഏറ്റവും ശ്രേഷ്ഠകരമായി. ഞാൻ ആ സമയങ്ങളിൽ ഏറ്റവും വേദനിച്ചത്, കർത്താവേ എന്റെ ശുശ്രൂഷ തീർന്നു പോയല്ലോ. സ്തോത്രം. സ്തോത്രം. ആന്റി സമയം. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷ തീർന്നു പോയല്ലോ, ഇനി മുന്നോട്ട് എനിക്ക് പോകാൻ കഴിയത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയമുണ്ട്. എന്നാൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സ്തോത്രം ആമേൻ എന്നെ സഹായിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചില ഭവനങ്ങളിലേക്ക് ആമേൻ കർത്താവിനെ അയച്ചു. ചില നഖം വെട്ടിക്കൊടുത്ത് സുവിശേഷം പറഞ്ഞ് ആമേൻ സ്തോത്രം ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരെയൊക്കെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. സ്തോത്രം. അതിനൊക്കെ എന്റെ കുഞ്ഞുങ്ങളാണ് ഇടയാക്കിയിട്ടുള്ളത്. ആമേൻ സ്തോത്രം. ഞാനിവിടെ ഒരു സാംസങ്ങിന്റെ മൊബൈൽ ഷോറൂമിൽ ജോലി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവിടെ 2 വട്ടം ഞാൻ ബോധം കെട്ട് വീണു. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപാട് അവസ്ഥകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് പിന്നെ മനുഷ്യരെ ഭയമാ. എനിക്ക് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനത്തെ ഭയമാ, ദൈവദാസന്മാരെ എനിക്കിന്ന് ഭയമാ. സ്തോത്രം. എന്താ ചോദിക്കും, ഇത്രയും വലിയ ശുശ്രൂഷയിൽ നിൽക്കുന്ന കർത്തൃദാസിയോ? ശരിക്കും എനിക്ക് ഭയമാ. ഞാൻ ഇന്ന് ഇത്ര ഒതുക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ജീവബബനകറ്റുര. പക്ഷെ എനിക്കറിയാം ഹല്ലേലൂയ ആമേൻ ഈ ലോകത്തിന്റെ പുൾപിറ്റുകളെക്കാൾ കൂടുതൽ കർത്താവിന്റെ വേല ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. ഞാൻ ഇവിടുത്തെ തെരുക്കോണുകളിലേക്ക് ഇറങ്ങാം. സ്തോത്രം. ഹല്ലേലൂയ. അനവധി പരസ്യങ്ങളെ ദൈവം ആമേൻ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ആമേൻ. ഈ ശുശ്രൂഷകളിലൂടെ ഒക്കെ ദൈവം എനിക്ക് നേടിത്തന്നത് സ്തോത്രം ഒരു ചെറിയ വാഹനവും ഒരു മൈക്ക് സെറ്റും ഒക്കെയാണ്.
സ്തോത്രം. ആമേൻ. ഒരു കാലഘട്ടത്തില് എല്ലാ ദിവസവും ഞാൻ ഒരു നേരമോ ഒക്കെ ആയിരുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. എന്നിട്ട് ഇങ്ങനെ ജോലിക്കകത്ത് ഇങ്ങനെ ഓടി നടക്കും. എന്നാൽ ഹാലലി ഇപ്പോൾ എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബലഹീനതകളുണ്ട്. ഹാലലിയ. പലപ്പോഴും എനിക്ക് ഈ ശാരീരിക ബലഹീനതകൾ കാരണം പുറത്തോട്ടൊന്നും അധികം പോകാൻ പോലും ഒരു ഭയപ്പെടുന്ന ഒരു അനുഭവം ഇന്ന് എന്റെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷെ ഇന്ന് ദൈവം എന്നെ ഉപയോഗിക്കുന്നത് 10,000ങ്ങളുടെ ജീവിതത്തിനകത്ത് തളർന്ന കൈകളെ ബലപ്പെടുത്തുവാൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുവാൻ അത്യുന്നത ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, കൊല്ലം ജില്ലാ ജയിലില് ലോകം ക്രിമിനൽസ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞവരുടെ നടുവ് കർത്താവിന്റെ വേല ചെയ്യുവാൻ അനവധി അവസരങ്ങൾ ദൈവം എനിക്ക് തന്നു. പൂജപ്പുര സെൻട്രൽ ജയിലില് ഹാലലിയ വനിതകളുടെ ജയിലിലൊക്കെ ആരാധന നടത്തുവാൻ ഒക്കെ ദൈവം എനിക്ക് കൃപ ചെയ്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പുൾപിറ്റുകൾ തേടി ഓടുന്നതല്ല, നമുക്ക് ദൈവജനത്തിന്റെ നടുവിൽ ആത്മീക ശുശ്രൂഷകൾ ചെയ്യാൻ എളുപ്പമാ. എന്നാൽ ഈ ദിവസങ്ങളില് വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവജനമെല്ലാം ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങണം. തെരുവുകളിലേക്ക് ഇറങ്ങണം. ഇനി അല്പസമയമേ ഉള്ളു. പ്രിയപ്പെട്ടവരെ, ഒരു സഭയിൽ നിന്ന് അടുത്ത സഭയിലേക്ക് ഓടിപ്പോയി ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ വിശ്വാസികളുടെ നടുവിൽ ശുശ്രൂഷ ചെയ്ത് വിടുതലിനെ കൊടുക്കുന്നതിലുപരിയായിട്ട് പട്ടണങ്ങളിലേക്ക്, തെരുക്കോണുകളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഹല്ലേലൂയ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കണം. ഇത് ഹല്ലേലൂയ സമാധാനം സുവിശേഷിച്ച് രക്ഷയെ പ്രസിദ്ധമാക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. അതേ പ്രിയപ്പെട്ടവരെ, ഈ കൊല്ലം പട്ടണത്തിൽ ദൈവം എന്നെ ആക്കിയിരിക്കുന്നെങ്കിൽ കൊല്ലം പട്ടണത്തെ സുവിശേഷീകരിക്കേണ്ടത് എന്റെ ആവശ്യകതയാ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ചർച്ചുകൾ, പട്ടണങ്ങൾ, ദേശങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം, ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുക, പുൾപിറ്റുകളിൽ നിന്ന് പുൾപിറ്റുകളിലേക്കല്ല, തെരുക്കോണുകളിൽ നിന്ന് തെരുക്കോണുകളിലേക്ക് ഇറങ്ങുവാൻ. ഹല്ലേലൂയ. ഹോസ്പിറ്റലുകളിലേക്കോ ജയിലുകളിലേക്കോ സ്തോത്രം വഴിയോരങ്ങളിലേക്കോ സ്തോത്രം ഭവനങ്ങൾ കയറി ഇറങ്ങുവാൻ നമ്മൾ ഉത്സുകരായിരിക്കണം. ഇന്നത്തെ അഭിഷിക്തന്മാർ പലരും ദാവീദിനെ പോലെ പട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് സഭയെ രക്താംബരം നിൽക്കുന്ന ലുദിയെ പോലെയുള്ള യഹോവ ഭക്തി ഉള്ളവരൊക്കെ എഴുന്നേൽക്കണം. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ പഴയ നിയമ കാലഘട്ടത്തിനകത്ത് 10 യഹൂദ പുരുഷന്മാർ ചേർന്നാൽ ഒരു സിനഗോഗ് ആണെങ്കിൽ, പുതിയ നിയമ കാലഘട്ടത്തിൽ രക്താംബര വിൽപ്പനക്കാരെത്തിയെ യഹോവ ഭക്തി ഉള്ളവരെയൊക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ കാലയളവിൽ ഹല്ലേലൂയ ഭക്തിയോടൊന്ന് എഴുന്നേറ്റേ, വിശുദ്ധിയോടൊന്ന് എഴുന്നേറ്റേ, ദൈവവചനം രാപ്പകലൊന്ന് ധ്യാനിച്ച് തെരുക്കോണുകളിലേക്ക് ഇറങ്ങിയേ. അതിന് രകൽക്കവന ആൾക്കാർ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, യോശുവയുടെ കാലഘട്ടത്തിൽ ഒരു രാഹബിനെ സ്തോത്ര വേശ്യ എന്ന മുദ്ര കുത്തപ്പെട്ടവളെ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഗോത്ര പിതാക്കന്മാർക്ക് ആലോചന പറഞ്ഞു കൊടുത്തെങ്കിൽ അസീരികന ഘടകമന ക്രിസ്തുവിന്റെ നാളിൽ ഇതുപോലെ നമ്മൾ തള്ളിക്കളഞ്ഞ ചിലരൊക്കെ തേജസ്സോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റൂ. അതിന് നമ്മൾ ഇന്ന് മുൻവിധി എഴുതി നമ്മൾ മറ്റുള്ളവരെ പരിഹസിച്ച് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താതെ ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടത്തിന് ചിന്തിച്ച് കൂട്ടി ഹല്ലേലൂയ അവൾക്ക് കോടിക്കണക്കിന് ആരാണ്ട് കൊടുക്കുന്നതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ സ്തോത്രം. ഇതിനൊന്നും അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നവന്റെ ഹല്ലേലൂയ വിളിക്കൊത്തവണ്ണം നമ്മൾ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ ഞാൻ പറയട്ടെ, സ്തോത്രം. കർത്താവ് ഇന്ന് വരെ ഞങ്ങളെ പട്ടിണി കിടത്തിയിട്ടില്ല, ഇന്ന് വരെ ഞങ്ങളെ കടത്തുണ്ണി കിടത്തിയിട്ടില്ല, ഇന്ന് വരെ ഞാൻ വാടക കൊടുക്കാതിരുന്നിട്ടില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്റെ കർത്താവ് ജയോത്സവമായി നടത്തി. ഒന്നുകൂടെ ഞാൻ പറയാം, എനിക്ക് അളവിൽ കൂടുതൽ തന്നിട്ടുമില്ല. സ്തോത്രം. അന്നു വേണ്ടുന്ന മന്ന തന്ന ഞങ്ങളെ പോഷിപ്പിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് മാത്രമല്ല ഹല്ലേലൂയ അന്നത്തെ 5 വയസ്സുകാരിക്ക് 21 വയസ്സുണ്ട്. അവൾ ഇന്ന് മെഡിസിൻ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഞാൻ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നതല്ല, അത്യുന്നത ദൈവം അത്ഭുതങ്ങളെ ചെയ്ത് സ്കോളർഷിപ്പോടുകൂടെ കർത്താവ് കുഞ്ഞിനെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 3 വർഷത്തേക്ക് അടുത്ത വർഷം കൂടെ അവൾക്ക് ഫീസ് അടയ്ക്കേണ്ട. അത് കഴിഞ്ഞ് അടുത്ത വഴികളെ അത്യുന്നത ദൈവം തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ മോൻ ഇപ്പോൾ +2 പഠിക്കുന്നു. ഹല്ലേലൂയ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. 2004 സുനാമി കഴിഞ്ഞ് ആൻഡമാൻസിൽ നിന്ന് 2005 ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചതാണ് ഇമ്മാനുവൽ മിനിസ്ട്രീസ്.
എന്നിട്ട് ചില കൺവെൻഷനുകളും മിനി കൺവെൻഷനുകളും തെരുവോരങ്ങളില് ഇങ്ങനെ പരസ്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരികയായിരുന്നു അദ്ദേഹം. കർത്താവിന്റെ ദാസൻ 2008 നിത്യതയിൽ ചേർന്നപ്പോൾ ഇമ്മാനുവൽ മിനിസ്ട്രീസും ഓർമ്മയായി. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, 2018 ആയപ്പോൾ കർത്താവിന്റെ വീണ്ടും ശുശ്രൂഷയ്ക്ക് അയച്ചു. സ്തോത്രം. പലയിടങ്ങളിൽ ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി, പല രാജ്യങ്ങളിൽ ദൈവം എന്നെ അയക്കാൻ തുടങ്ങി. സ്തോത്രം. 2020 ഞാൻ അബുദാബിയിൽ, ആ സമയത്ത് ലോക്ക്ഡൌൺ ആണ്. സാക്ഷ്യം പറയാൻ ഒരുപാടുണ്ട് ആന്റി, പറഞ്ഞു തീർക്കത്തില്ല. സ്തോത്രം. അവിടെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ ഇമ്മാനുവൽ മിനിസ്ട്രീസിനെ കുറിച്ച് ഓർപ്പിച്ചു. എന്നോട് പറഞ്ഞു അതൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തുടങ്ങാൻ. ഞാൻ പറഞ്ഞു, കർത്താവേ, വീട്ടിലെ ജോലി, കുഞ്ഞുങ്ങള്, നിങ്ങൾക്കറിയാമല്ലോ ആമേ. സ്തോത്രം. ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ആമേ, ഭർത്താവ് നല്ലവണ്ണം പ്രയോജനപ്പെടണമെങ്കിൽ ഭാര്യ കുടുംബകാര്യങ്ങൾ നോക്കണം. സ്തോത്രം. ആരെങ്കിലും ഒരാള് കുടുംബകാര്യങ്ങൾ നോക്കാനും മക്കളെ നോക്കാനും വേണം. സ്തോത്രം. കർത്താവച്ച എനിക്ക് ഹല്ലേലൂയ ഭർത്താവിന്റെ ജോലി ചെയ്യണം, ഭാര്യയുടെ ജോലി ചെയ്യണം, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബം ഉണ്ടല്ലോ, ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളും, നിങ്ങളും എല്ലാവരും ജോലി ചെയ്ത് സ്തോത്രം മക്കളെ വളർത്തുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് എന്റെ കയ്യിലില്ല, എനിക്ക് തരുവാൻ ആരുമില്ല. സ്തോത്രം. രാപ്പകൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ കാലയളവിലൊക്കെ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. സ്തോത്രം. രാപ്പകൽ അതിന്റെ പിന്നിൽ എനിക്ക് അധ്വാനമുണ്ട്. ആമേൻ. ഞാൻ കർത്താവിനോട് അന്ന് പറഞ്ഞു 2020, കർത്താവെ, എനിക്കിപ്പോ വെച്ചൊരു ശുശ്രൂഷകളൊക്കെ ഉണ്ട്, ശുശ്രൂഷ ചെയ്യണം. ഞാൻ ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ, ഇനി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എങ്ങനെയാ? സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ തിരിച്ച് ആ ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയത്ത് ദൈവം എന്നെ അവിടെ അത്ഭുതകരമായിട്ട് കരുതി. ഫ്ലൈറ്റ് ഒക്കെ ദൈവം തന്നു, എന്നെ നാട്ടിൽ കൊണ്ടുവന്നു. സ്തോത്രം. അതൊക്കെ വേറെ ഒരു ചരിത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇവിടെ വന്നിട്ട് ഞാന് ഒരു മീറ്റിങ്ങിന് ഇതിങ്ങനെ ദൈവവചനം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചില സഹോദരിമാർ എന്നോട് പറഞ്ഞു, റാണി സിസ്റ്ററെ, നാട്ടിലെ അവർ ഹിന്ദിക്കാരാ, മീൻസ് ബാംഗ്ലൂർ ബറോഡയിലൊക്കെ ഉള്ളവരാ. സ്തോത്രം. ഉദയ്പൂരൊക്കെ. അവരെന്നോട് പറഞ്ഞു, നമുക്കൊരു സ്തോത്രം മലയാളം കൂട്ടായ്മ വേണം, റാണി സിസ്റ്റർ ഒരു കൂട്ടായ്മ തുടങ്ങാമോ? അപ്പൊ ഞാൻ പെട്ടെന്ന് ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത് എപ്പോഴും ഇതുമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞ, സാരമില്ല, റാണി സിസ്റ്റർ ഒന്ന് തുടങ്ങി തന്നാൽ മതി. സ്തോത്രം. പിന്നീട് അതൊരു വലിയ ചരിത്രമായിട്ട് ദൈവം മാറ്റുവാൻ ഇടയായി തീർന്നു. ആ 2020 മുതൽ ഇന്ന് വരെയും സ്തോത്രം ദൈവം അതിനെ നടത്തി. 2021 ആയപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി വിശാലമായ കാഴ്ചപ്പാടുകൾ എനിക്ക് തന്നു. ഒരു ഓൾഡ് ഏജ് ഹോം, ചിൽഡ്രൻസ് ഹോം, ഷെൽട്ടർ ഹോം. ഹല്ലേലൂയ. എനിക്ക് കയറി കിടക്കാൻ കിടപ്പാടം ഇന്നും ഇല്ല. പക്ഷെ 2021 ഓൾഡ് ഏജ് ഹോമും ചിൽഡ്രൻസ് ഹോമും എല്ലാം അത് രജിസ്റ്റേർഡ് ആക്കി ഇമ്മാനുവൽ മിനിസ്ട്രീസിന് അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുവാൻ ദൈവം ഇടയാക്കി തന്നു. ഹല്ലേലൂയ. ഇപ്പോൾ എല്ലാ ദിവസവും അതിനകത്ത് പ്രാർത്ഥനയുണ്ട്. ഞായറാഴ്ച 5 മണി മുതൽ ആരാധനയുണ്ട്. 7 മുതൽ 8:30 വരെയൊക്കെ ചിൽഡ്രൻസ് ക്ലബ് ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അതിനകത്ത് അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകരെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും എനിക്ക് ജഡത്തിൽ കഷ്ടമുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്. നിങ്ങൾ വിചാരിക്കും ക്രിസ്ത്യാനിത്വം യഥാർത്ഥ ക്രിസ്തുവിന്റെ പഠന ഇരിക്കുക എന്നുള്ളത് പട്ടുമെത്തയുടെ മാർഗമാണ്. ഇത് ഉപരിപ്ലവമായ പലതിന്റെയും പിറകെ പോകുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. പൗലോസ് അപ്പോസ്തലനൊക്കെ ഈ ലോകത്തിന്റെ സകലതും ചപ്പും ചവറും എന്നെണ്ണിയിട്ട് അവര് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. സ്തോത്രം. കാട്ടിലെ ആപത്ത്, നാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, വളരെ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ട് അവര് പറയുന്നുണ്ട്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ യഥാർത്ഥമായ ദൈവിക അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തോട് ചേർന്ന് പറയാൻ പറ്റൂ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. സ്തോത്രം. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ ചിന്തിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ ഗുണഗണങ്ങൾ ഉണ്ടോ നീ ക്രിസ്തുവിന്റെ രാജ്യത്തില? ഈ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കണം. ഹല്ലേലൂയ. സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല.
ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ആമേൻ. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാം ഇപ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അതിന ഘടകമന വലിയ വലിയ ഹല്ലേലൂയ ഉണർവ് സംഭവിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ ആമേൻ സ്വയം ഒരു മരണമുണ്ടാകണം. ഞങ്ങളിൽ മരണമോ അതുകൊണ്ട് നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ ശുശ്രൂഷയ്ക്കകത്ത് ആമേൻ നമ്മൾക്ക് ഉയർച്ച വേണമെങ്കിൽ നമ്മിൽ ഒരു മരണം വേണം. ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ജഡമോഹങ്ങളെ ആമേൻ അതിനെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ദുഷ്ടൻ നമുക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, നമ്മളെ പരാജയപ്പെടുത്തുവാൻ ദുഷ്ടൻ തള്ളുന്നു എങ്കിൽ ഹല്ലേലൂയ എന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അവൻ വീഴുന്നവരെയൊക്കെയും താങ്ങുന്ന ദൈവമാ. ഹല്ലേലൂയ. നമ്മള് ഹല്ലേലൂയ ചിന്തിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ഉപായത്തിൽ ശത്രു കൊടുക്കാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ഭയപ്പെട്ടു പോകണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന അനവധി ആമേൻ ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്റെ ശരീരമാ. ഹല്ലേലൂയ. ഞാനിപ്പോൾ താമസിക്കുന്നത് ഹല്ലേലൂയ ഒരു മുസ്ലിം കോളനിക്കകത്താ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ വലിയ പ്രതിസന്ധികൾ എന്റെ മുന്നിലുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒന്ന് എനിക്ക് പറയാൻ പറ്റും. സ്തോത്രം. ഈ വചനത്തെ ഉയർത്തുന്നതില് കർത്താവ് എനിക്ക് ദിനം 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 ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഭാഗികമായിട്ടല്ല, എന്റെ അകത്തളത്തിനകത്ത് കത്തുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ജഡത്തിനകത്ത് ഒന്നിനു പിറകെ ഒന്നായിട്ട് എനിക്ക് കഷ്ടതയുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാനിത് ചോദിക്കുമ്പോൾ ആമേൻ ചെറുപ്പത്തിലെ ആമേൻ ഹല്ലേലൂയ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ആമേൻ യിരെമ്യാ 12:5 കാലാളുകളോടുകൂടെ നീ മത്സരിച്ചു. ആമേൻ കാലാളുകളുടെ കാലാളുകളോടുകൂടെ നീ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടെ എങ്ങനെ മത്സരിച്ചുകൊടോ? സമാധാനമുള്ള ദേശത്ത് നീ ഭയചകിതയായിരുന്നാൽ യോർദാന്റെ വൻകാട്ടിൽ എന്ത് ചെയ്യൂ? ഇപ്പോഴാണ് അന്ന് ദൈവാത്മാവ് എന്നോട് എന്താണ് ആവർത്തിച്ച് ഇങ്ങനെ ഇടപെട്ടതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ കർത്താവേ ഇങ്ങനെ കടുത്ത കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്? പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ കഴിയോ? ഹല്ലേലൂയ. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ ഒന്നിനും സാധിക്കത്തില്ല. കാരണം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒന്നിനു പിറകെ ഒന്നായി തീച്ചൂളയുടെ അനുഭവത്തിനകത്തൂടെ കടന്നു പോകുമ്പോഴോ ആമേ ഞാന് ആ സമയത്തൊക്കെ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അല്പസമയത്തേക്ക് ഞാൻ എനിക്ക് നേരെ മുഖം മറച്ചെങ്കിലോ മഹാദയോടെ ഞാൻ എന്നെ ചേർത്തുകൊള്ളും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുക, എപ്പോഴാ അപ്പ എനിക്ക് നേരെ മുഖം മറയ്ക്കാത്തത്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ദാവീദിന്റെ ജീവിതം ഒന്ന് വായിച്ചു നോക്കിക്കേ. ദാവീദ് എപ്പോഴാ ആപത്തുകൾ ഒഴിഞ്ഞുപോയ അവസ്ഥ? ദാവീദിന്റെ ജീവിതകാലം എന്തുവാ? സ്തോത്രം. പക്ഷേ അവിടെയെല്ലാം സ്തോത്രം അത്യുന്നത ദൈവത്തിന്റെ സാന്നിധ്യം, അത്യുന്നത ദൈവത്തിന്റെ കരുതൽ. ഹല്ലേലൂയ. കഷ്ടതയിൽ കൂടി കടന്നുപോയ നാളുകളും ആമേൻ സ്തോത്ര ഭക്തന്റെ കൂടെ എപ്പോഴും ആരുണ്ടായിരുന്നു? അത്യുന്നത ദൈവം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കഷ്ടത നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ? നിങ്ങൾ ഭാഗ്യമേറിയവരാ. സ്തോത്രം. ക്രിസ്തുവിന്റെ നാളിലെ നിക്ഷേപങ്ങളാ നിങ്ങള്. സ്തോത്രം. അതുകൊണ്ട് ഇന്നത്തെ കഷ്ടത കണ്ട് ഭയപ്പെടണ്ട. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ എല്ലാ പ്രതിസന്ധിക്കകത്തും അസാധാരണമായി ദൈവകൃപ വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ചെയ്യണം, കർത്താവിനോട് പറ്റിയിരിക്കണം. രഹസ്യ ജീവിതം ആമേൻ സൂക്ഷിക്കണം. ആമേൻ. നമ്മുടെ മനോഭാവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നടന്നു പോയാൽ ആമേൻ സ്തോത്രം നമ്മൾ പരാജയപ്പെടുവാൻ അത്യുന്നത ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. ഈ സാക്ഷ്യങ്ങൾ നിമിത്തം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസി ബീന തോമസ് ആന്റിയോടും ഹല്ലേലൂയ ഈ വചനദീപ്തി ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഈ യൂട്യൂബ് ചാനലിനും എല്ലാ അനുഗ്രഹങ്ങളും സ്തോത്രം. കാരണം യൂട്യൂബ് ചാനലിനല്ല അനുഗ്രഹം, അത് ഇതിലൂടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു അനുഗ്രഹമാകട്ടെ. പ്രിയ കർത്താവിന്റെ ദാസിക്കും ഇതൊരു അനുഗ്രഹത്തിനും കർത്താവിന്റെ നാളിലെ ആമേൻ ചെന്ന് നിൽക്കുമ്പോൾ തേജസ്സിനും അനുഗ്രഹത്തിനും മാന്യതയ്ക്കും ഇത് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒറ്റ കാര്യം, കർത്താവെ ഈ ദേവദാസിയെ അന്ത്യം വരെ വിശ്വസ്തയോടെ നിർത്തണമേ, ആ കുഞ്ഞുങ്ങളെ ദൈവകൃപയെ നിർത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ. താങ്ക് യു സിസ്റ്റർ റെനി.
അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇല്ല എങ്കിൽ ഇനിയും സാക്ഷ്യങ്ങൾ നീട്ടി പറയുവാനായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇത്രയും അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ ഞാൻ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിയ ഒരു വാചകം, യു ആർ എ യങ് വിഡോ, മാറ്റി നിർത്തിയ സ്ഥാനത്ത് എന്റെ കർത്താവിന്റെ കരം അവിടെ വെളിപ്പെട്ടല്ലോ. ഇത്രയും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ദെബോരയെ പോലെ ഈത്തപ്പനയുടെ ചൂട്ടിലിരുന്ന് അനേകർക്ക് ന്യായപാലനം ചെയ്യുവാൻ കർത്താവ് ഉപയോഗിച്ചല്ലോ. മാത്രമല്ല എന്റെ ഉള്ളത്തിലൂടെ കടന്നുപോയി സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു രൂത്ത് എല്ലാം തീർന്നു എന്ന് ചിന്തിച്ച് പോയ സ്ഥാനത്ത് ഹല്ലേലൂയ മോവാബിൽ നിന്നും വീണ്ടും അവളെ ബേത്ലഹേമിലേക്ക് മടക്കി വരുത്തിയെങ്കിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം യേശുക്രിസ്തുവിന്റെ ആമേൻ വംശാവലിയിൽ അവളെ വെല്ലുമച്ചിയായി കണ്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ ഒരു ദൂതും കൂടി പറയുക, എന്റെ കർത്താവെ ദാസിയെ ഈ ദിവസങ്ങളിൽ അത്രമാത്രം അനുഭവത്തിൽ കൊണ്ട് എത്തിക്കും. വിധവമാരെ മാറ്റി നിർത്തുന്ന ലോകത്തിലും ഹല്ലേലൂയ ഒരു രൂത്തിനെ മാനിച്ചവൻ ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്തൃദാസിയുടെ അനുഭവങ്ങൾ ധാരാളം പറയുവാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതിയാൽ തന്റെ ദാസി ഇവിടെ അവസാനിപ്പിച്ചു. എങ്കിലും നാം കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചു. തന്റെ ദാസിയിലൂടെ ചെയ്തെടുക്കുന്ന വേലകൾ പിന്നെയും അനേകായിരങ്ങൾക്ക് ഒരു ആമേൻ ആശ്വാസമാകുവാൻ, വലിയ വിശാലതയിലേക്ക് നടത്തപ്പെടുവാൻ അതിന് സാമ്പത്തികമായും ആമേൻ അതേ ആത്മീയമായിട്ടും ഒക്കെ പിന്തുണ ആവശ്യമാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ചെയ്തു കൊടുക്കേണ്ടതിനായിട്ട് ആമേൻ നമ്മുടെ വചനദീപ്തിയുടെ പ്രേക്ഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ആമേൻ പ്രാർത്ഥനയിൽ തന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പിന്നെയും ദൈവനാമത്തിൽ ഞാനും അപേക്ഷിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരായി നമ്മുടെ വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തുടർന്നും ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ധാരാളമായിട്ട് കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വരുവാൻ കർത്താവ് തന്റെ ദാസിക്കും ഒരു അവസരം കൂടി ഒരുക്കില്ല. വിലപ്പെട്ട സമയം ഞങ്ങളുടെ ഇടയിൽ ചിലവഴിച്ചതിന് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം തന്റെ ദാസിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആമേൻ നമുക്ക് നിർത്താം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഓരോ സാക്ഷ്യങ്ങൾ കണ്ണീരോടെ കേൾക്കുവാൻ ഇടയാക്കിയത് എങ്കിലും കർത്താവെ കണ്ണുനീരിൽ ആശ്വാസം കണ്ടെത്തുവാനും കണ്ണുനീരിനെ മറികടന്നു പോകാത്ത കർത്താവ് ഒരു സന്തോഷം ഉഡിപ്പിക്കുവാനും ഇതുവരെ ദൈവം ഇടയാക്കി. ഞങ്ങൾ ഭൗതികത്തിലല്ല കർത്താവെ, ആത്മീയത്തിൽ ഒരു പടി ഉയരുവാൻ കർത്താവ് ഇടയാക്കുന്നല്ലോ. ഞങ്ങളുടെ ഭൗതികം ഈ ലോകം കൊണ്ട് തീരുമ്പോൾ ഞങ്ങൾക്ക് നിത്യതയോളം നിലനിൽക്കുന്ന സ്വർഗീയ സന്തോഷം കർത്താവെ കൈവരിപ്പാൻ നിന്റെ മകളെ ഇതുവരെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കൊടുക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ആമേൻ. ശ്രേഷ്ഠരായി എണ്ണുവാൻ അവരെ ഇടയാക്കണം. കരയുന്ന മാതാവിന്റെ കണ്ണീരിന് മറുപടി കർത്താവ് ഈ ദിവസങ്ങളിൽ കാണുവാൻ അനേകർക്ക് കുഞ്ഞുങ്ങളും ഒരു ഇൻസ്പിറേഷനായി മാറുവാൻ ദൈവം ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ഞാൻ വിശ്വസിച്ചേൽപ്പിക്കുന്നു. ഈ കുടുംബത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വചനദീപ്തി ഹാമേൻ സാക്ഷ്യ കൂടാരത്തിന്റെ പ്രേക്ഷകർ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ഹാമേൻ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തന്റെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമായി മാറുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.